ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രോബബിലിറ്റി ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണത് പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. പ്രോബബിലിറ്റിയിൽ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട പോർഷൻസ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്, ബേസ് തിയറം. റെഡി? യെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് ബി ബൈ എ തന്നിട്ടുണ്ട്. ഫൈൻഡ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പി ഓഫ് എ കോംപ്ലിമെന്റ്, പി ഓഫ് എ ബൈ ബി. മക്കളെ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എങ്ങനെ കണ്ടുപിടിക്കും? ശ്രദ്ധിക്കുക, പി ഓഫ് ബി ബൈ എ തന്നിട്ടില്ലേ? എന്താ പി ഓഫ് ബി ബൈ എയുടെ ഇക്വേഷൻ? പി ഓഫ് ബി ബൈ എ എന്ന് പറഞ്ഞാൽ പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പി ഓഫ് എ അല്ലേ? പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പി ഓഫ് എ. എടാ, പി ഓഫ് ബി ബൈ എ ഇൻറ്റു പി ഓഫ് എ എനിക്ക് പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ എന്ന് എഴുതിക്കൂടെ? മാറ്റി എഴുതിക്കൂടെ അല്ലേ? പി ഓഫ് എ അവിടെ ഡിനോമിനേറ്ററിലായിരുന്നു, ഇപ്പൊ അങ്ങോട്ട് വന്നു, ന്യൂമറേറ്ററിലേക്ക് വന്നു. റെഡി? പി ഓഫ് ബി ബൈ എയുടെ വാല്യൂ അറിയാം 0.4, പി ഓഫ് എയുടെ വാല്യൂ അറിയാം 0.8. ശ്രദ്ധിച്ചേ, പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലും രണ്ടും സെയിം ആണ് അല്ലേ? അപ്പോ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി മാറ്റി എഴുതാണേ. പി ഓഫ് ബി ബൈ എ ഇൻറ്റു പി ഓഫ് എ നമുക്ക് എന്ത് കിട്ടും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. പി ഓഫ് ബി ബൈ എത്രയാ? 0.4 ഇൻറ്റു പി ഓഫ് എ എത്രയാ മക്കളെ? പി ഓഫ് എ വന്നിട്ട് 0.8 അല്ലേ? ഇത് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 0.32. റെഡി? 0.32. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി 0.32. 0.32. ഓക്കെ, എളുപ്പമല്ലേ? ഈ ഇക്വേഷൻ കാണാപാഠം പഠിക്കണം. റെഡി? പി ഓഫ് ബി ബൈ എ, പി ഓഫ് ബി ഇന്റർസെക്ഷൻ ഡിവൈഡഡ് ബൈ പി ഓഫ് എ. യെസ്. ദെൻ പി ഓഫ് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം അല്ലേ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വാല്യൂ ഞാൻ അവിടെ എഴുതി വെക്കണ്ടേ? 0.32. യെസ്. പി ഓഫ് എ കോംപ്ലിമെന്റ്. സി, ഒരു ഇവന്റിന്റെ കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? യെസ്, പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ചെയ്താൽ ആൻസർ എത്രയാ? 1 അല്ലേ? ഒരു ഇവന്റിന്റെയും അതിന്റെ കോംപ്ലിമെന്റിന്റെയും പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ ആൻസർ എത്രയാ? 1 അല്ലേ? കിട്ടുന്ന അവസ്ഥയും കിട്ടാത്ത അവസ്ഥയും കൂട്ടിക്കഴിഞ്ഞാൽ 100% കേട്ടോ. അത്രേ ഉള്ളൂ. പി ഓഫ് എ പ്ലസ് പി ഓഫ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 1. റെഡി? പി ഓഫ് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 1 മൈനസ് പി ഓഫ് എ, 1 മൈനസ് പി ഓഫ് എ. റെഡി? ഈക്വൽ ടു എഴുതാ 1 മൈനസ് പി ഓഫ് എയുടെ വാല്യൂ നമുക്കറിയില്ലേ? പി ഓഫ് എയുടെ വാല്യൂ നമുക്കറിയാം 0.8 കൊടുക്കുക. 0.8. ആൻസർ എത്ര കിട്ടി? 0.2. റെഡി? 0.2. യെസ്. പി ഓഫ് എ ബൈ ബി കൂടി കണ്ടുപിടിച്ചാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. പി ഓഫ് എ ബൈ ബി ഓൾറെഡി നമ്മൾ പി ഓഫ് ബി ബൈ എയുടെ ഇക്വേഷൻ പറഞ്ഞിരുന്നു. എന്തായിരുന്നു പി ഓഫ് ബി എ ബൈ ബിയുടെ ഇക്വേഷൻ? യെസ്, പി ഓഫ് എ ബൈ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. എളുപ്പമാണ്, ഇക്വേഷൻ പഠിക്കാതെ ആരും പോരുത്. പി ഓഫ് എ ബൈ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. എടാ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മളത് കണ്ടുപിടിച്ചില്ലേ? 0.32 ആയിരുന്നില്ലേ? യെസ്. എത്രയാ മക്കളെ? 0.32. യെസ്. പി ഓഫ് ബി, പി ഓഫ് ബി എത്ര കിട്ടും? പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 0.5 കേട്ടോ. 0.32 ഡിവൈഡഡ് ബൈ 0.5. ഇതാണ് ആര്? പി ഓഫ് എ ബൈ ബി. ക്ലിയർ? അപ്പോ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കണം. പി ഓഫ് എ ബൈ ബിയുടെ ഇക്വേഷൻ എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഇതിന്റെ കോൺസെപ്റ്റ് ഒക്കെ അറിയാലോ അല്ലേ? രണ്ട് ഇവന്റ്സ് എയും ബിയും. ഓക്കെ, ഇതില് ബി എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. ഇനി എയുടെ പ്രോബബിലിറ്റി എത്ര? അതാണ് ഇതിന്റെ കൺസെപ്റ്റ് അല്ലേ? ബി എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. ദെൻ ഇനി എ എന്ന് പറയുന്ന ഇവന്റ് നടക്കാനുള്ള സാധ്യത എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. എ ഡൈ ഈസ് ത്രോൺ ട്വൈസ്. ഒരു ഡൈ ഞാൻ 2 പ്രാവശ്യം എറിയുന്നു. ദ സം ഓഫ് നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 6. ഡൈ 2 പ്രാവശ്യം എറിയുന്ന സമയത്തെ ആ 2 നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 6. ഓക്കെ, വാട്ട് ഈസ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്? നമുക്ക് എന്തിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണ്ടേ? നമ്പർ 4
അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും അപ്പിയർ ചെയ്യാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. റെഡി? എടാ, കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടേമേ അവിടെ ഉണ്ട്, കണ്ടാ? അപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് ആർക്കും നിസ്സംശയം പറയാലോ. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് 2 ഇവന്റ്സ് തരും. ആ 2 ഇവന്റ്സിൽ ഒന്ന് നിങ്ങൾക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇവന്റാ. ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. എടാ, അത് ക്ലിയർ ആയിട്ട് നമുക്ക് വാട്ട് ഈസ് കാണുന്നുണ്ടോ? വാട്ട് ഈസ് കാണുന്നുണ്ടോ? വാട്ട് അല്ലേ? വാട്ട് വന്നതിന് എന്താർത്ഥം? ആ പ്രോബബിലിറ്റി, ആ ഇവന്റിന്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? വാട്ട് ഈസ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ 4 ഹാസ് അപ്പിയർഡ്? ഇതിന്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. സി, ഒരു ഇവന്റ് കൂടി തന്നിട്ടുണ്ടാവും സച്ച് ദാറ്റ് ആ ഇവന്റ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ സംഭവിച്ച ഇവന്റ് ഏതാ? സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഒബ്സർവ്ഡ് ടു ബി 6. നമുക്ക് 2 പ്രാവശ്യം ഡൈ എറിയുമ്പോൾ 2 പ്രാവശ്യം നമ്പേഴ്സ് കാണിക്കും അല്ലേ? ആ 2 നമ്പേഴ്സിന് സമ്മ് ഒബ്സർവ്ഡ് ടു ബി അല്ലേ? അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എത്രയാ? അത് 6 ആണ്. റെഡി? യെസ്. അപ്പൊ 2 ഇവന്റ്സ് തന്നിട്ടുണ്ട്. ഒരു ഇവന്റ് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഇവന്റിന്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർലി ഇത് എന്തിന്റെ കേസാണ്? കണ്ടീഷണൽ പ്രോബബിലിറ്റി. റെഡി? യെസ്. അപ്പൊ ഞാൻ ആദ്യം സാമ്പിൾ സ്പേസ് ചെയ്യുന്നുണ്ട്. സാമ്പിൾ സ്പേസ് അറിയാലോ. എ ഡൈ ഈസ് ത്രോൺ ട്വൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഡൈ ഞാൻ 2 പ്രാവശ്യം എറിയുന്നു. ഏതൊക്കെയാണ് ഔട്ട്കംസ് വരിക? 1 1 അല്ലേ? 1 2 1 3 1 4 റൈറ്റ്? ഇങ്ങനെ പോയി ലാസ്റ്റ് ആരുണ്ടാവും? 6 6 വരെ 36 ഔട്ട്കംസ് ഉണ്ടാവും. 36 ഔട്ട്കംസ്. റെഡി? ഞാൻ മൊത്തം എഴുതുന്നില്ല. 1 1 1 2 1 3 1 4 1 5 1 6 2 1 2 2 2 3 അങ്ങനെ അപ് ടു ലാസ്റ്റ് 6 1 6 2 6 3 അപ് ടു 6 6 വരെ ഉണ്ടാവും. റെഡി? യെസ്. ഇവന്റ് ഇയും ഇവന്റ് എഫും ഞാൻ എഴുതുവാണേ. ഇവന്റ് ഇ എനിക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി ആരാണോ ആ ഇവന്റിനെയാണ് ഞാൻ കൊടുക്കാറ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ. ഓക്കെ? അപ്പൊ നമുക്ക് ആരുടെ പ്രോബബിലിറ്റിയെ കണ്ടുപിടിക്കണ്ടേ? യെസ്. വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ദാറ്റ് നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ് അല്ലേ? നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ് അല്ലേ? നമ്പർ 4 അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും അപ്പിയർ ചെയ്യാനുള്ള സാധ്യത അല്ലേ? ഇവന്റ് എഫ് ശ്രദ്ധിക്കാം മക്കളെ. അടുത്ത ഇവന്റ് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ഇവന്റ് ഏതാ? യെസ്. സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് 6 അല്ലേ? 2 പ്രാവശ്യം ഡൈ എറിയുമ്പോൾ കിട്ടുന്ന നമ്പേഴ്സിന് സം എത്രയാണ്? 6. റെഡി? അപ്പോ നമുക്ക് ഇവന്റ് ഇയുടെ സെറ്റ് റെപ്രസെന്റേഷൻ നമുക്ക് എഴുതാം. എടാ, നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ് അല്ലേ? ഒരിക്കലെങ്കിലും 4 അപ്പിയർ ചെയ്യണം. എടാ, 1 1 1 2 1 3 1 4 ഓക്കെ അല്ലേ? 1 4 എന്ന് പറയുന്ന ഔട്ട്കം നോക്കിക്കേ. ഒരു തവണ എന്ത് വീണു? ഡൈയിൽ 4 വീണു. റെഡി? യെസ്. ഇനി 2 1 2 2 2 3 2 4 റൈറ്റ്? 3 1 3 2 3 3 3 4 4 1 4 2 4 3 4 4 4 4 ഓക്കെ അല്ലേ? അറ്റ്ലീസ്റ്റ് വൺസിന്റെ മീനിങ് എന്താ? മിനിമം ഒരു തവണയെങ്കിലും കൂടാ കേട്ടോ. 4 4 4 5 4 6 അല്ലേ? ദെൻ 5 1 5 2 5 3 ഒന്നും 4 ഇല്ല. 5 4 4 ഉണ്ട്. റെഡി? 6 1 6 2 6 3 പിന്നെ ആര് വന്നു? 6 4. ഓക്കെ? അപ്പൊ ഇത്രയും ഔട്ട്കംസിൽ ശ്രദ്ധിക്കുക, 4 എന്ന് പറയുന്ന സംഖ്യ ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും വീണിട്ടുണ്ട്. റെഡി? യെസ്. ഇവന്റ് എഫ് എങ്ങനെ? ഇവന്റ് എഫ് എഴുതാം നമ്മള്. സം ഓഫ് ദ നമ്പേഴ്സ് അപ്പിയറിംഗ് ഈസ് ഫൗണ്ട് ടു ബി 6 അല്ലെ? 2 തവണ ഡൈ എറിയുന്നു. ആ 2 നമ്പേഴ്സിന് സം എത്ര കിട്ടണം? 6. എടാ, 1 5. റെഡി? 1 5 കൂട്ടി 6 അല്ലേ? ദെൻ 2 4 പ്രശ്നമുണ്ടോ? 2 4 കൂട്ടിയാൽ 6 അല്ലേ? യെസ്. പിന്നെ 3 3 കൂട്ടിയാൽ 6 അല്ലേ? യെസ്. 4 2 ഓക്കെ അല്ലേ? ദെൻ 5 1 ക്ലിയർ? 6 1 6 7 ഒന്നും വരില്ല കേട്ടോ. യെസ്. അപ്പോ ഈ ഇന്റർസെക്ഷൻ എഫ് കണ്ടുപിടിക്കൂ. ഈ ഇന്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ ഇവന്റ് ഇക്കും ഇവന്റ് എഫിനും കോമൺ ആയിട്ട് വരുന്ന ആളുകൾ കേട്ടോ. എപ്പോഴും ചെറിയ സെറ്റിൽ നിന്ന് വലിയ സെറ്റിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ നോക്കിയേ, 1 5 എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. കാരണം എന്താ? 4 ഉള്ള എലമെന്റ്സ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, ഇവന്റ് ഉണ്ടാവുള്ളൂ അല്ലേ? യെസ്. 2 4 ഉണ്ടോ മക്കളെ? 2 4 രണ്ടിലുണ്ട് കേട്ടോ. 3 3 ഇല്ല.
4 രണ്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ എഫ് നമുക്ക് കിട്ടി 2,4 4,2. റെഡി? യെസ്. നമുക്ക് ഇക്വേഷനിലേക്ക് വരാം. പ്രോബബിലിറ്റി ഓഫ്, നമുക്ക് ആരുടെ പ്രോബബിലിറ്റിയെ കണ്ടുപിടിക്കണ്ടേ? സം ഓഫ് ദി നമ്പേഴ്സ് അപ്പിയറിംഗ് 6 സംഭവിച്ചു കഴിഞ്ഞതല്ലേ. നമ്പർ 4 ഹാസ് അപ്പിയർഡ് അറ്റ്ലീസ്റ്റ് വൺസ്, അതല്ലേ കണ്ടുപിടിക്കണ്ടേ? പി ഓഫ് ഇ ബൈ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനർത്ഥം എന്താ? എഫ് എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇ? റെഡി? എന്തായിരുന്നു ഇക്വേഷൻ? പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. എങ്ങനെയാ പ്രോബബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ചെയ്യാം? ഈ ഇന്റർസെക്ഷൻ എഫിനകത്ത് എത്ര ഔട്ട്കംസ് ഉണ്ട്? 2 ഔട്ട്കംസ് അല്ലെ? 1 2. സോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എത്രയാ? 2. മക്കളെ ഈ എക്സ്പെരിമെന്റിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയാടാ? മൊത്തം 36 ഔട്ട്കംസ് അല്ലേ? 2/36 ഹോൾ ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ്. സെയിം ഐഡിയ. എഫ് എന്ന് പറയുന്ന ഇവന്റിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 1 2 3 4 5 ഔട്ട്കംസ്. റൈറ്റ്? ടോട്ടൽ എത്രയാ? 36. കട്ട് ചെയ്താല് 2/5 എന്ന് ഉത്തരം കിട്ടും. 2/5 എന്ന് ഉത്തരം കിട്ടും. റെഡി? അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. യെസ്. 2 cards are drawn at random and without a replacement. ഈ ടേം വിടാതെ പിടിക്കണം. വിത്തൗട്ട് എ റീപ്ലേസ്മെന്റ്. ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് കാർഡ്സ് ആർ ബ്ലാക്ക്. മക്കളെ 52 കാർഡ് വരുന്ന ഒരു കെട്ടിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? 2 കാർഡ് എടുക്കുകയാണ്. ഞാൻ എങ്ങനെ എടുക്കുന്നേ? വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കാർഡ് എടുക്കും അല്ലേ? നോക്കും അത് ഏതാ കാർഡ് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അത് ആ കാർഡ് തിരിച്ച് 52 കാർഡിന്റെ കൂട്ടത്തിലേക്ക് വെക്കുവോ? ഇല്ല. ആ കാർഡ് ഞാൻ എന്ത് ചെയ്യുന്നു? മാറ്റി വെക്കും. റെഡി? ദെൻ വീണ്ടും 51 കാർഡാണ് കയ്യിലുണ്ടാവുക. ഇനി ആ 51 കാർഡിൽ നിന്ന് ഒരു കാർഡും കൂടി ഞാൻ എടുക്കും. റെഡി? ആ കാർഡ് നോക്കും, ചിഹ്നമൊക്കെ ഏതാന്ന് മനസ്സിലാക്കും. ഇനി എന്ത് ചെയ്യും? തിരിച്ച് ആ അട്ടിലേക്ക് തന്നെയാണ് വെക്കുന്നത്? അല്ല. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കാർഡ് എടുക്കുക മാത്രമേ ചെയ്യുന്നത് കേട്ടോ. തിരിച്ച് ആ കാർഡ് അതിലേക്ക് വെക്കില്ല. റെഡി? അപ്പൊ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന ടേം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, ഇത് ഏത് ഭാഗത്തു നിന്നാ ചോദ്യം? മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ നിന്നാണ് ചോദ്യം. നോട്ട് ചെയ്യുക. ഓക്കെ? യെസ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ടേം കണ്ടാൽ മനസ്സിലാക്കുക, ആ ചോദ്യം എവിടെ നിന്നാണ്? മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ നിന്നാണ്. അപ്പൊ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ടേം വന്നാലോ, അതായത് 52 കാർഡ് ഉണ്ട് കേട്ടാ. ഞാൻ ആദ്യം ഒരു കാർഡ് എടുക്കുന്നു, അതിന്റെ കളറും ചിഹ്നമൊക്കെ നോക്കുന്നു, എന്ത് ചെയ്യുന്നു? തിരിച്ച് ആ കാർഡിനെ വീണ്ടും ആ കാർഡിന്റെ അട്ടിയിലേക്ക് തന്നെ വെച്ചു. റെഡി? ഇനി രണ്ടാമതൊരു കാർഡ് എടുക്കുന്നു, വീണ്ടും കളർ നോക്കുന്നു, ചിഹ്നം നോക്കുന്നു, എന്ത് ചെയ്യുന്നു? തിരിച്ച് വീണ്ടും ആ കാർഡിന്റെ അട്ടിയിലേക്ക് തന്നെ തിരിച്ചു വെക്കുന്നു. ഇത് റീപ്ലേസ്മെന്റാ അല്ലേ? നമ്മൾ എടുക്കുന്നു, നോക്കുന്നു, തിരിച്ച് അതിലേക്ക് തന്നെയല്ലേ വെക്കുന്നേ അല്ലേ? അപ്പോ അങ്ങനെയാണ് നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റ് എങ്കിൽ ശ്രദ്ധിക്കുക, അവിടെ ഇവന്റുകൾ എല്ലാം എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആയിരിക്കും. റെഡി? അപ്പോ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന ടേം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യെസ്. അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ആദ്യത്തെ കാർഡും ബ്ലാക്ക് ആയിരിക്കണം, രണ്ടാമത്തെ കാർഡും ബ്ലാക്ക് ആയിരിക്കണം അല്ലേ? 2 കാർഡ് എടുക്കല്ലേ? 2 കാർഡ് എന്തായിരിക്കണടാ? ബ്ലാക്ക് ആയിരിക്കണം. എങ്ങനെ എഴുതണ്ടേ? പി ഓഫ് B1 ഇന്റർസെക്ഷൻ B2 അല്ലേ? വേണമെങ്കിൽ B1 B2 ഒക്കെ എഴുതാട്ടോ. ഇവിടെ നോക്കിക്കോ, B1 എന്ന് പറയുന്ന ഇവന്റ് ഏതാ? ഗെറ്റിംഗ് ബ്ലാക്ക് കാർഡ് ഇൻ ഫസ്റ്റ് ഡ്രോ അല്ലേ? ആദ്യം ഞാൻ വലിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടുന്നു? ഒരു ബ്ലാക്ക് കാർഡ് കിട്ടുന്നു. ആ ഇവന്റ് ആണ് ആര്? B1. റെഡി? B2 എന്ന് പറയുന്ന ഇവന്റ് ശ്രദ്ധിക്കുക, സെയിം ഗെറ്റിംഗ് ബ്ലാക്ക് കാർഡ് ഇൻ സെക്കൻഡ് ഡ്രോ. രണ്ടാമത് ഞാൻ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടുന്നു? ഒരു ബ്ലാക്ക് കാർഡ് കിട്ടും. റെഡി? അപ്പോ ഇത് 2 സംഭവിക്കണം അല്ലെ? ആദ്യത്തെ തവണ എനിക്ക് ബ്ലാക്ക് കാർഡ് കിട്ടണം, രണ്ടാമത്തെ തവണ എനിക്ക് ബ്ലാക്ക് കാർഡ് കിട്ടണം. ഈ 2 ഇവന്റ്സും സൈമൾട്ടേനിയസ്ലി സംഭവിക്കണം അല്ലെ? ദാറ്റ് മീൻസ് പി ഓഫ് B1 ഇന്റർസെക്ഷൻ B2 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ക്ലിയർ? വിത്തൗട്ട് റീപ്ലേസ്മെന്റിന്റെ മീനിങ് ഇങ്ങനെയുള്ള എക്സ്പ്രഷൻ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ തിയറം വെച്ച് ചെയ്യണം അല്ലെ? എന്താ പറയുന്നത്? ആദ്യം B1 എന്ന് പറയുന്ന ഇവന്റ് സംഭവിക്കണം അല്ലെ? ആദ്യം നമ്മൾ ആദ്യത്തെ കാർഡ് എടുക്കണ്ടേ? യെസ്. അപ്പോ പി ഓഫ് B1 ഇൻറ്റു എടാ ആദ്യത്തെ കാർഡിൽ നിന്ന് ഞാൻ ഒരു ബ്ലാക്ക് കാർഡ് എടുത്തു, ആ ഇവന്റ് സംഭവിച്ചു. ഇനി അടുത്തത് എന്താ നമുക്ക് വേണ്ടത്? B2 എന്ന് പറയുന്ന ഇവന്റ് സംഭവിക്കണം അല്ലെ? അതായത് രണ്ടാമത് എടുക്കുന്ന കാർഡ് എന്തായിരിക്കണം? ബ്ലാക്ക്.
സി രണ്ടാമത് എടുക്കുന്ന കാർഡ് ബ്ലാക്ക് എന്ന് പറയുന്നതോടുകൂടി ഫസ്റ്റ് എടുത്ത കാർഡ് ബ്ലാക്ക് അത് സംഭവിച്ചു കഴിഞ്ഞില്ലേ, B1 എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞില്ലേ. അപ്പൊ എങ്ങനെ എഴുതണ്ടേ? P of B2 by B1. ഇതിന്റെ മീനിങ് എന്താ? B1 എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു, അതായത് ആദ്യം എടുക്കുന്ന കാർഡ് ബ്ലാക്ക് കാർഡ് സംഭവിച്ചു കഴിഞ്ഞു. Then what is the probability of B2? ഇനി രണ്ടാമതും ബ്ലാക്ക് കാർഡ് ആവാനുള്ള സാധ്യത എത്രയാണ്? റെഡി? അപ്പോ എങ്ങനെ ഇക്വേഷൻ ഇതാ, P of B1, അതായത് ആദ്യം എടുക്കുന്ന കാർഡ് ബ്ലാക്ക് കാർഡ് ആവാനുള്ള ചാൻസ് എത്രയാടാ? ടോട്ടൽ 52 കാർഡ്സ് അല്ലേ, അതിൽ എത്ര ബ്ലാക്ക് കാർഡ് ഉണ്ടാവും മക്കളെ? 26 ബ്ലാക്ക് കാർഡ് ഉണ്ടാവും. 26 ബ്ലാക്ക് കാർഡ് ഉണ്ടാവും. റെഡി? യെസ്. B2 by B1ലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കുക, അവിടെ B1 സംഭവിച്ചു കഴിഞ്ഞു, അതായത് മൊത്തം 52 പ്ലേയിങ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് ഞാൻ മാറ്റി അല്ലേ. അപ്പൊ ടോട്ടൽ എത്ര കാർഡ്സ് ഇനി അവിടെ ഉള്ളത്? 51 കാർഡല്ലേ. ഇതിന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാ മക്കളെ? ബ്ലാക്ക് കാർഡിന് എത്ര ആയിരിക്കടാ? 26 ഒരു ബ്ലാക്ക് കാർഡ് പോയിട്ടുണ്ടാവും 25. റെഡ് കാർഡ് എത്ര ആയിരിക്കും? 26. റെഡി? 25ഉം 26ഉം കൂട്ടിയാൽ 51. റെഡി? ഇനി B2 സംഭവിക്കാനുള്ള സാധ്യത അല്ലേ, പ്രോബബിലിറ്റി ഓഫ് B2 അല്ലേ, അതായത് രണ്ടാമതും ബ്ലാക്ക് കാർഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാടാ? ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 51 അല്ലേ. യെസ്. നമ്പർ ഓഫ് ഫേവറബിൾ കാർഡ്സ് ബ്ലാക്ക് കാർഡിന് എത്രയാ? 25. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ മതിയാവും. ക്ലിയർ ആണോ? മൾട്ടിപ്ലിക്കേഷൻ തിയറം ക്ലിയർ ആണോ? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് നമ്മൾ പറഞ്ഞത്, എന്ത്? വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ടേം അവിടെ ഉണ്ടോ എന്ന് നോക്കുക. റെഡി? യെസ്. ഗിവൺ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, കണ്ട ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. A and B such that P of A തന്നിട്ടുണ്ട്, P of B തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക മക്കളെ, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് എങ്കിൽ P of A ഇന്റർസെക്ഷൻ B എന്തിന് ഈക്വൽ ആയിരിക്കും? P of A into P of B ക്ക് ഈക്വൽ ആയിരിക്കും. ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ എങ്ങനെ മാറ്റി എഴുതണം? ഇതാണ് ഇക്വേഷൻ. ശ്രദ്ധിക്കട്ടോ, തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിലും ഇന്റർസെക്ഷൻ തന്നെയാണ്, പക്ഷെ അവിടെ നമ്മൾ ഈ ഇക്വേഷൻ ആണ് എടുത്തത്, അല്ല ഈ ഇക്വേഷൻ എടുത്തത്. എന്താ റീസൺ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറമാണ് എടുക്കേണ്ടത്. കാരണം എന്താ? ഇവിടെ രണ്ട് ഇവന്റ്സും ഇൻഡിപെൻഡന്റ് അല്ല അല്ലേ. എടാ രണ്ടും ഒരേ ഇവന്റ് അല്ലേ, വലിക്കുമ്പോൾ ബ്ലാക്ക് കാർഡ് കിട്ടണം അല്ലേ. ആദ്യം ബ്ലാക്ക് കാർഡ് കിട്ടാൻ എത്രയായിരുന്നു? 26/52 ആയിരുന്നു. പക്ഷെ രണ്ടാമത്തെ ബ്ലാക്ക് കാർഡ് കിട്ടുന്ന പ്രോബിലിറ്റി മാറിയത് കണ്ടോ? ഇതെങ്ങനെ മാറിയത്? ഈ ഇവന്റ് സംഭവിച്ചത് കൊണ്ടല്ലേ മാറിയത്. അപ്പോൾ രണ്ടും ഡിപ്പെൻഡന്റ് അല്ലേ അല്ലേ. യെസ്, അതുകൊണ്ടാണ് അത് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിലേക്ക് പോയത് കേട്ടോ. യെസ്, പറഞ്ഞോളൂ. P of A intersection B യുടെ ഇക്വേഷൻ P of A into P of B if A and B are independent. റെഡി? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? P of A and B കണ്ടുപിടിക്കണം. P of A and B. മക്കളെ, ആൻഡ് കണ്ടു കഴിഞ്ഞാൽ എന്താ സംഗതി? ഇന്റർസെക്ഷൻ ആണേ. ആൻഡ് കണ്ടു കഴിഞ്ഞാൽ എന്താ സംഗതി? ഇന്റർസെക്ഷൻ. ആൻഡ് കണ്ടു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ. ഓർ കണ്ടു കഴിഞ്ഞാൽ യൂണിയൻ അല്ലേ. നോട്ട് കണ്ടു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ്. റെഡി? ഇതൊക്കെ അറിഞ്ഞിരിക്കണം. P of A intersection B since both A and B are independent എങ്ങനെ മാറ്റി എഴുതാം? P of A into P of B. P of A അറിയാം 0.3, P of B അറിയാം 0.6, 0.18 is answer. റെഡി? P of A intersection B എങ്ങനെ കണ്ടുപിടിക്കുക? 0.18. ശ്രദ്ധിക്കാം. P of not A and not B ഇതെങ്ങനെ ചെയ്യും? P of not A. എടാ നോട്ട് A എന്ന് പറഞ്ഞാൽ A കോംപ്ലിമെന്റ്, നോട്ട് B എന്ന് പറഞ്ഞാൽ B കോംപ്ലിമെന്റ്. ഇവിടെ ഇന്റർസെക്ഷൻ. റെഡി? P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ഡിമോർഗൻസ് ലോ ഓർമ്മയില്ലേ? A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണെങ്കിൽ എങ്ങനെ മാറ്റിയത് മക്കളെ? കോംപ്ലിമെന്റിനെ രണ്ടിനും പുറത്തേക്ക് എടുക്കുക. കണ്ടോ? പുറത്തേക്ക് എടുത്തു. ഇവിടെ ഇന്റർസെക്ഷൻ ആണെങ്കിൽ ഇവിടെ യൂണിയൻ. റെഡി? ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഉണ്ടായിരുന്നു. A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റ്. ഇയാൾ എങ്ങനെ മാറ്റിയതാ? രണ്ടിനും കോംപ്ലിമെന്റ് ഉണ്ട്, കോംപ്ലിമെന്റ് പുറത്തു കൊടുക്കുക, എയും ബിയും. റൈറ്റ്? ഇവിടെ യൂണിയൻ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇന്റർസെക്ഷൻ. ഡിമോർഗൻസ് ലോ. റെഡി? അപ്പൊ ഡിമോർഗൻസ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് സോൾവ് ചെയ്യാം. P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ചെയ്യാം. റെഡി? ഇനി അതും വേണ്ട. സി ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അല്ലേ, എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അല്ലേ. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ A കോംപ്ലിമെന്റും B കോംപ്ലിമെന്റും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ എങ്ങനെ മാറ്റിയതാ? P of A കോംപ്ലിമെന്റ് ഇൻറ്റു P of B കോംപ്ലിമെന്റ് എന്ന് എഴുതിയാലും മതി കേട്ടാ. ഡിമോർഗൻസ് ലോ യൂസ് ചെയ്യാതെ എന്ത് ചെയ്യാം? നമുക്ക് കണ്ടുപിടിക്കാം. എടാ P of A 0.3 ആ അല്ലേ. ഇപ്പൊ P of A കോംപ്ലിമെന്റ് എന്താ? 1 - 0.3 എത്ര കിട്ടും? 0.7. റെഡി? P of A കോംപ്ലിമെന്റ് നമ്മൾ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് കണ്ടുപിടിച്ചാണേ. എല്ലാവരും
സ്കിപ്പ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റിന്റെ സെഷൻ ഒന്ന് നോക്കണം. റെഡി? പി ഓഫ് ബി കോംപ്ലിമെന്റ് ശ്രദ്ധിക്കുക. പി ഓഫ് ബി കോംപ്ലിമെന്റ് പി ഓഫ് ബി 0.6 അല്ലേ? പി ഓഫ് ബി കോംപ്ലിമെന്റ് എത്ര വരും? 0.4. സോ ഇൻറ്റു ചെയ്ത് എന്ത് കിട്ടും? 0.28. ഓക്കെ, അപ്പോ ഡിമോർഗൻസ് ലോ യൂസ് ചെയ്യാതെ നമുക്ക് ഇവിടെ ചെയ്യാം കേട്ടോ. കാരണം എന്താ? ദീസ് ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ശ്രദ്ധിക്കുക, എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ ശ്രദ്ധിക്കുക, എ കോംപ്ലിമെന്റ് ആൻഡ് ബി കോംപ്ലിമെന്റ്, എ ആൻഡ് ബി കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് ആൻഡ് ബി, ഇത്രയും സെറ്റ് ആളുകളും എന്തായിരിക്കും മക്കളെ? ഇൻഡിപെൻഡന്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ ഈ 3 സെറ്റ് ഓഫ് ആളുകളും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിരിക്കും അല്ലെ? സി, ഈ ഒരാൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ശ്രദ്ധിക്കുക, പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എങ്ങനെ ചെയ്യാം? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ്. റെഡി? ഇയാൾ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എങ്ങനെ ചെയ്യും മക്കളെ? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി എങ്ങനെ ചെയ്യും? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് ബി. റെഡി? അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റ്സിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. റെഡി? യെസ്. നെക്സ്റ്റ്, ഡൈ ഈസ് ടോസ്ഡ് ത്രൈസ്. 3 പ്രാവശ്യം ഡൈ ടോസ് ചെയ്യുന്നു. ഫൈൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ അറ്റ്ലീസ്റ്റ് വൺസ്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 3 പ്രാവശ്യം ഡൈ എറിയുന്നു അല്ലേ? നമുക്ക് അറ്റ്ലീസ്റ്റ് വൺസ് ഒരു ഓഡ് നമ്പർ കിട്ടാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എടാ, 3 പ്രാവശ്യം ഡൈ എറിയുമ്പോഴേ ശ്രദ്ധിക്കാം. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഡൈ എറിഞ്ഞു. റെഡി? എനിക്കൊരു നമ്പർ കിട്ടി. സി, എനിക്ക് 2 എന്ന് കിട്ടി. എനിക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. എടാ, ആദ്യത്തെ പ്രാവശ്യം 2 കിട്ടിയത് കൊണ്ട് രണ്ടാമതും എനിക്കത് 2 കിട്ടണമെന്നുണ്ടാ? ഇനിയിപ്പോ രണ്ടാമത് എറിയുന്നത് ആദ്യം വീണ 2നെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ലല്ലോ അല്ലേ? നമ്മൾ എറിയുന്ന അനുസരിച്ചല്ലേ അല്ലേ? ഇപ്പൊ രണ്ടാമത് കിട്ടിയത് നമുക്കിപ്പോ 3 ആണെന്ന് വിചാരിക്കാം. സി, ആദ്യത്തെ 2ഉം രണ്ടാമത്തെ 3ഉം കിട്ടി അല്ലേ? ഇനി മൂന്നാമത് ഞാൻ എറിയുന്ന നമ്പർ ആദ്യത്തെ 2 ത്രോനെ ഡിപ്പെൻഡ് ചെയ്യോ? ഇല്ല. അപ്പൊ ഓരോ തവണയും ഡൈ എറിയുക എന്ന് പറയുന്ന പ്രോസസ്സ് ഇൻഡിപെൻഡന്റ് ആണ് അല്ലേ? ഒരു തവണ നമ്മൾ ഡൈ എറിയുന്നത് അടുത്ത തവണ ഡൈ എറിയുന്നതിനെ എന്ത് ചെയ്യുന്നില്ല? ബാധിക്കുന്നില്ല. കറക്റ്റ്? അപ്പോൾ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്തിനാ? ഇൻഡിപെൻഡന്റ് ഇവന്റ്സിനെയാണ്. റെഡി? യെസ്. എടാ, ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ അറ്റ്ലീസ്റ്റ് വൺസ് എന്നല്ലേ? 3 പ്രാവശ്യം എറിയുമ്പോൾ ഓഡ് നമ്പർ ഒരിക്കലെങ്കിലും കിട്ടണം. ഇതിന്റെ അർത്ഥം എന്താ? ചിലപ്പോൾ ഒറ്റ തവണ ആയിരിക്കും കിട്ടുക, ചിലപ്പോഴോ 2 തവണ ഓഡ് നമ്പർ കിട്ടാം, ചിലപ്പോഴോ 3 തവണ ഓഡ് നമ്പർ കിട്ടാം അല്ലേ? ഇപ്പൊ ഞാൻ ഇവിടെ എ എന്ന് പറയുന്ന ഇവന്റ് എഴുതാണേ. എന്ത്? എ എന്ന് പറയുന്ന ഇവന്റ്. ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന ഇവന്റ് ഗെറ്റിംഗ് ഓഡ് നമ്പർ അറ്റ്ലീസ്റ്റ് വൺസ്. ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? ഓഡ് നമ്പർ കിട്ടണം അല്ലേ? സി, ഒരിക്കലെങ്കിലും ഓഡ് നമ്പർ കിട്ടണം എന്ന് പറഞ്ഞാലേ ചിലപ്പോൾ നമുക്ക് 3 പ്രാവശ്യം എറിയുന്ന സമയത്ത് ഒറ്റ തവണയായിരിക്കും ഓഡ് നമ്പർ കിട്ടുക അല്ലേ? ഒരു തവണയായിരിക്കും ഓഡ് നമ്പർ കിട്ടുക. ചിലപ്പോൾ 3 പ്രാവശ്യം എറിയുന്ന സമയത്ത് 2 തവണയായിരിക്കും ഓഡ് നമ്പർ കിട്ടുക അല്ലേ? ചിലപ്പോൾ 3 തവണ നമുക്ക് എന്ത് കിട്ടാം? ഓഡ് നമ്പർ കിട്ടാം അല്ലേ? അപ്പൊ അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറയുന്ന കേസ് എടുക്കുമ്പോൾ ഈ 3 കണ്ടീഷൻസ് ഉണ്ടാവില്ലേ? ഒറ്റത്തവണ ഓഡ് നമ്പർ കിട്ടുന്ന കേസ് ഉണ്ടോ? ചിലപ്പോൾ ആദ്യത്തെ ത്രോയിൽ എനിക്ക് ഓഡ് നമ്പർ കിട്ടും, രണ്ടാമത്തേലും മൂന്നാമത്തേലും ഈവൺ നമ്പർ ആയിരിക്കും. ചിലപ്പോൾ ആദ്യത്തേലും അവസാനത്തേലും ഈവൺ നമ്പർ ആയിരിക്കും, രണ്ടാമത്തെ ത്രോയിൽ എനിക്ക് ഓഡ് നമ്പർ കിട്ടും അല്ലേ? ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ത്രോയിലായിരിക്കും ഓഡ് നമ്പർ കിട്ടുക, ആദ്യത്തെ 2 എന്തായിരിക്കും? ഈവൺ നമ്പർ ആയിരിക്കും. ആ 3 കേസിലും ഓഡ് നമ്പറിന്റെ എണ്ണം 1 അല്ലേ? ഇനിയിപ്പോ രണ്ടാമത്തെ കേസ് വാ. 2 തവണ എറിയുമ്പോൾ ഓഡ് നമ്പർ. സി, ആദ്യത്തെ തവണ രണ്ടാമത്തെ തവണ എറിയുമ്പോൾ ഓഡ് നമ്പർ അല്ലേ? മൂന്നാമത്തെ തവണ എറിയുമ്പോൾ ഈവൺ നമ്പർ. 2 തവണ കിട്ടിയോ അല്ലേ? ഇതുപോലെ പല പല കേസുകളുണ്ടാവും. റെഡി? അപ്പോ അറ്റ്ലീസ്റ്റ് വൺസ് ഓഡ് നമ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ മൊത്തം ആളുകളും ഉണ്ടാവും അല്ലേ മക്കളെ? എങ്കിൽ എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താ ഇപ്പൊ വരിക? ഗെറ്റിംഗ് ഈവൺ നമ്പർ ഇൻ 3 ടോസസ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഗെറ്റിംഗ് ഓഡ് നമ്പർ അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറയുമ്പോൾ ഒരിക്കലെങ്കിലും ഓഡ് നമ്പർ കിട്ടുക. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്താ? ഒരിക്കലെങ്കിലും ഓഡ് നമ്പർ കിട്ടാത്ത അവസ്ഥ. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാ ടോസിലും എന്ത് കിട്ടണം? ഈവൺ നമ്പർ അല്ലേ? അപ്പൊ പി ഓഫ് എ കോംപ്ലിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? പ്രോബബിലിറ്റി ഓഫ് ഫസ്റ്റ് ത്രോയിൽ എനിക്ക് ഈവൺ നമ്പർ കിട്ടണം, സെക്കൻഡ് ത്രോയിൽ ഈവൺ നമ്പർ കിട്ടണം, തേർഡ് ത്രോയിൽ എന്ത് ചെയ്യണം? ഈവൺ നമ്പർ കിട്ടണം അല്ലേ? എടാ, ത്രോയിങ് എ ഡൈ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് അല്ലേ? ഇപ്പൊ പി ഓഫ് E1 ഇന്റർസെക്ഷൻ E2 ഇന്റർസെക്ഷൻ E3 ചെയ്യും. പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് E3.
റെഡി മക്കളെ? ഒരു തവണ നമ്മൾ ഡൈ എറിയുന്ന സമയത്തെ ഈവൺ നമ്പർ കിട്ടാനുള്ള ചാൻസ് എത്രയാടാ? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് 6. ഈവൺ നമ്പർ ഏതൊക്കെയാ? 2, 4, 6 3 ഔട്ട്കംസ് അല്ലെ? 3/6 കട്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 1/2. 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2. റെഡി അല്ലേ? ഓരോ തവണയും നമ്മൾ ത്രോ ചെയ്യുന്ന സമയത്ത് ഈവൺ നമ്പർ കിട്ടാനുള്ള സാധ്യത സെയിം അല്ലേ? ആദ്യത്തെ തവണയും 1/2, രണ്ടാമത്തെ എറിയുമ്പോഴും 1/2, മൂന്നാമത്തെ എറിയുമ്പോഴും 1/2. 1/2 ഇൻറ്റു 1/2 ഇൻറ്റു 1/2 നമുക്ക് എത്ര കിട്ടി? 1/8 എന്ന് കിട്ടി. ഇതാണ് പി ഓഫ് എ കോംപ്ലിമെന്റ് അല്ലേ? അപ്പൊ എങ്ങനെ പി ഓഫ് എ കണ്ടുപിടിക്കുക? 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെന്റ് 1 മൈനസ് 1/8 എത്ര കിട്ടും? 7/8 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ അറ്റ്ലീസ്റ്റ് വൺസിന്റെ ഓരോ കേസ് നമ്മൾ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് പകരം എന്ത് ചെയ്താൽ മതി? കോംപ്ലിമെന്റ് എടുക്കുക, 1 മൈനസ് കോംപ്ലിമെന്റ് ചെയ്യുക. റെഡി? 7/8. റെഡി? യെസ്. ശ്രദ്ധിക്കുക, 2 balls are drawn at random. ശ്രദ്ധിക്കുക, വിത്ത് റീപ്ലേസ്മെന്റ് കണ്ടോ? ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ്, ശ്രദ്ധിക്കുക ബോക്സിനകത്ത് എത്ര ബോൾ ഉണ്ട്? ബോക്സ് കണ്ടെയ്നിങ് 10 ബ്ലാക്ക് ആൻഡ് 8 റെഡ് ബോൾസ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ആർ റെഡ്. രണ്ടും എന്തായിരിക്കണം? റെഡ് ബോൾ ആവണം. ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ്. ആദ്യത്തെ പന്ത് ബ്ലാക്ക് ആയിരിക്കണം, രണ്ടാമത്തെ പന്ത് റെഡ് ആയിരിക്കണം. എടാ ശ്രദ്ധിച്ചേ, ഞാൻ പറഞ്ഞു വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ടേം കണ്ടാൽ ശ്രദ്ധിക്കുക, ഈ ഇവന്റ്സ് എല്ലാം എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് കേട്ടോ. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണ് കാണുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്ന ടേം ആണ് കാണുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ആ ക്വസ്റ്റ്യൻ വരുന്നത് എവിടുന്ന? മൾട്ടിപ്ലിക്കേഷൻ തിയറം. റെഡി? അതായത് ഇത്രേ ഉള്ളൂ, ആ ബാഗിനകത്ത് മൊത്തം 18 ബോൾ ഉണ്ട്, 10 ബ്ലാക്കും 8 റെഡും. ഞാൻ എന്താ ചെയ്യുന്നത്? ഇതിൽ നിന്ന് ആദ്യം ഒരു പന്ത് എടുക്കും അല്ലെ? അതിന്റെ കളർ നോക്കും. ആദ്യം ഒരു പന്ത് എടുക്കും, അതിന്റെ കളർ നോക്കും, ഇതിനെന്ത് ചെയ്യും? തിരിച്ച് ആ പന്ത് ആ ബാഗിലേക്ക് തന്നെ വെക്കും. അതാണ് വിത്ത് റീപ്ലേസ്മെന്റ്. റെഡി? ഇനി വീണ്ടും എന്ത് ചെയ്യും? ഒരു പന്ത് എടുക്കും, കളർ നോക്കും, എന്ത് ചെയ്യും? വീണ്ടും ആ ബാഗിലേക്ക് തന്നെ തിരിച്ചു വെക്കും കേട്ടോ. അതാണ് പരിപാടി വിത്ത് റീപ്ലേസ്മെന്റ്. വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്തായിരിക്കും? ബാഗിൽ നിന്ന് പന്ത് എടുക്കും, കളർ നോക്കും, എന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ച് മാറ്റി വെക്കും, ബാഗിലേക്കല്ല കേട്ടോ. അപ്പോ 18 പന്ത് വരുന്ന ബാഗില് ഇപ്പൊ എത്ര പന്ത് ഉണ്ടാവുള്ളൂ? 17 പന്തേ ഉണ്ടാവുള്ളൂ. രണ്ടാമത് ഞാൻ ബോൾ എടുത്താൽ മക്കളെ അതിന്റെ കളർ നോക്കുന്നു, തിരിച്ച് ബാഗിലേക്കല്ല വെക്കുക, സൈഡിലേക്ക് വെക്കുക അല്ലേ? അപ്പൊ വീണ്ടും ബോളിന്റെ എണ്ണം കുറഞ്ഞില്ലേ? 16 ആയില്ലേ? യെസ്, അതാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റിന്റെ മീനിങ്. റെഡി? അപ്പോ വിത്ത് റീപ്ലേസ്മെന്റും വിത്തൗട്ട് റീപ്ലേസ്മെന്റും മാറിപ്പോരുത് കേട്ടോ. യെസ്, ശ്രദ്ധിക്കുക, 2 പ്രാവശ്യവും നമുക്ക് എന്ത് കിട്ടണം? ബോത്ത് ബോൾസ് ആർ റെഡ് അല്ലെ? അതായത് പ്രോബബിലിറ്റി ഓഫ് R1 ഇന്റർസെക്ഷൻ R2. ആദ്യത്തെ ഡ്രോയിലും എനിക്ക് റെഡ് കിട്ടണം, രണ്ടാമത്തെ ഡ്രോയിലും എനിക്ക് റെഡ് കിട്ടണം. എടാ മൊത്തം 18 പന്തല്ലേ? ഫസ്റ്റ് നമുക്ക് ഒരു റെഡ് ബോൾ കിട്ടാൻ ചാൻസ് എത്രയാ? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് നമുക്ക് 18 അല്ലെ? നമുക്ക് ഫേവറബിൾ എന്താ? നമുക്ക് വേണ്ടത് റെഡ് ബോൾ കിട്ടുക എന്നാണ് അല്ലെ? അപ്പൊ എത്ര റെഡ് ബോൾ അവിടെ ഉണ്ട്? 10 ബ്ലാക്കും 8 റെഡും അല്ലെ? 8/18. എത്രയാണ്? 8/18. ക്ലിയർ? യെസ്. അപ്പൊ ആദ്യം ഇക്വേഷൻ എഴുതാം കേട്ടോ. ഇക്വേഷൻ എഴുതിയിട്ട് ഞാൻ പ്രോബബിലിറ്റിയിലേക്ക് വരാം. പി ഓഫ് R1 ഇന്റർസെക്ഷൻ R2 എങ്ങനെ ഇക്വേഷൻ എഴുതാം? നമ്മള് ദീസ് ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അല്ലെ? വിത്ത് റീപ്ലേസ്മെന്റ് കണ്ടാൽ ദീസ് ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. എങ്ങനെ മാറ്റിയതും? പി ഓഫ് R1 ഇൻറ്റു പി ഓഫ് R2. റെഡി? ആദ്യത്തെ തവണ റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു, 8/18. റെഡി? ആദ്യം ഒരു ബോൾ എടുക്കുന്നു, കളർ നോക്കുന്നു, തിരിച്ച് പന്ത് എവിടേക്ക് തന്നെ വെക്കുന്നു? ബാഗിലേക്ക് തന്നെ വെക്കുന്നു അല്ലേ? ഇപ്പൊ ബാഗിൽ മൊത്തം എത്ര ബോൾ ഉണ്ട്? 18 ബോൾ ഉണ്ട്. യെസ്. രണ്ടാമത്തെ ഡ്രോയിൽ വീണ്ടും റെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാടാ? അവിടെ അപ്പോഴും എത്ര ബോളാണുള്ളത്? 18 ബോളാണുള്ളത്. റെഡി? റെഡ് കിട്ടാൻ എത്ര ബോൾസ് ഉണ്ട് അവിടെ? ഫേവറബിൾ ആയിട്ട് എത്ര റെഡ് ബോൾ ഉണ്ട്? 8. സോ 8/18 ഇൻറ്റു 8/18. ക്ലിയർ? യെസ്. ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, ഫസ്റ്റ് ബോൾ നമുക്ക് എന്ത് കിട്ടണം? ബ്ലാക്ക് കിട്ടണം, ഇന്റർസെക്ഷൻ. സെക്കൻഡ് ബോൾ എന്ത് കിട്ടണം? റെഡ് കിട്ടണം. റെഡ് കിട്ടണം. ഇവിടെയും വിത്തൗട്ട് റീപ്ലേസ്മെന്റ് തന്നെയാണ്. യെസ് മക്കളെ, എങ്ങനെ ഇക്വേഷൻ എഴുതും? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് അല്ലേ? പി ഓഫ് B1 ഇൻറ്റു പി ഓഫ് R2 അല്ലേ? എങ്ങനെ പി ഓഫ് B1 കണ്ടുപിടിക്കുക? ആദ്യം 18 ബോൾ ഉള്ള ഒരു ബാഗിൽ നിന്ന് ഒരു ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള ചാൻസ്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാ? 18. ഫേവറബിൾ മീൻസ് നിങ്ങൾക്ക് ബ്ലാക്ക് ബോൾ കിട്ടണം. എടാ ബ്ലാക്ക് ബോൾ എത്ര ഉണ്ട് അവിടെ? 10 എണ്ണം. 10/18. റെഡി? ഇനി ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോൾ എടുത്തു, കളർ നോക്കി ബ്ലാക്ക്. എന്താ ഞാൻ ചെയ്യുന്നത്?
വിത്ത് റീപ്ലേസ്മെന്റിന്റെ മീനിങ് എന്താ? ആ ബോള്, ഞാൻ എടുത്ത ബോൾ തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ വെക്കും? ബാഗിലേക്ക് തന്നെ വെക്കും കേട്ടോ. അപ്പൊ ബാഗിലെ ബോളിന്റെ എണ്ണത്തിൽ മാറ്റമില്ല, 18 ബോൾ തന്നെ കേട്ടോ. യെസ്. ഇനി രണ്ടാമത്തെ ഇവന്റ് എന്തായിരുന്നു? റെഡ് ബോൾ കിട്ടണം അല്ലേ? യെസ്. രണ്ടാമത് ഞാൻ കൈയിടുന്നു. അപ്പോഴും നമ്പർ ഓഫ് ബോൾസിന്റെ എണ്ണം മാറ്റമില്ല മക്കളെ, അത് 18 തന്നെയാണ്. റെഡി? ഇനി റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാടാ? ടോട്ടൽ റെഡ് ബോൾസ് എത്ര ഉണ്ട് അവിടെ? 8. ഓക്കെ, 10/18 ഇൻറ്റു 8/18. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. Given 3 identical boxes containing 2 coins in 3 ഐഡന്റിക്കൽ ബോക്സസ് ആണ് കേട്ടോ. എന്തൊക്കെയാണുള്ളത്? ഇത് B1, ഇത് B2, ഇത് B3. റെഡി? യെസ്. എല്ലാത്തിനും എന്തുണ്ട്? 2 കോയിൻസ്, 2 കോയിൻസ് വീതമുണ്ട്. റെഡി? യെസ്. ദാ ഇവിടെ 2 കോയിൻ, ഇവിടെ 2 കോയിൻ, ഇവിടെയും 2 കോയിൻ. റെഡി? യെസ്. ഇൻ ബോക്സ് 1 ബോത്ത് കോയിൻസ് ആർ ഗോൾഡ്. ആദ്യത്തെ ബോക്സിൽ രണ്ടും എന്താണ്? ഗോൾഡ് ആണ്. ബോക്സ് 2 ബോത്ത് ആർ സിൽവർ അല്ലേ? 2 കോയിനും എന്താ? സിൽവർ കോയിനാണ്. ബോക്സ് 3 1 ഈസ് ഗോൾഡ് ആൻഡ് അതർ ഈസ് സിൽവർ അല്ലേ? ബോക്സ് 3 ഒന്ന് ഗോൾഡ് ആണ്, അടുത്തത് എന്താ? സിൽവർ ആണ്. റെഡി? 1 കോയിൻ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. 1 കോയിൻ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം. ഈ 3 ബോക്സിൽ നിന്ന് ഏത് ബോക്സ് ആണ് നമുക്കറിയില്ല. ഒരു ബോക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു കോയിൻ എടുത്തു. ഇഫ് ദ കോയിൻ ഈസ് ഗോൾഡ്, ഞാൻ എടുക്കുന്ന കോയിൻ ഗോൾഡ് ആണ്, സ്വർണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ടേക്കൺ ഫ്രം ബോക്സ് 1? എങ്കിൽ ആ ഗോൾഡ് കോയിൻ ബോക്സ് 1-ൽ നിന്നാവാനുള്ള സാധ്യത എത്രയാണ് ചോദ്യം കേട്ടോ. ശ്രദ്ധിക്കുക മക്കളെ, ഇവിടെ ഗോൾഡ് കോയിൻസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? 3 ബാഗുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്ത് വെച്ചു. റെഡി? യെസ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? ആ ബാഗിലുള്ള കോയിന്റെ കോമ്പോസിഷൻ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. 2 ഗോൾഡ്, 2 സിൽവർ, 1 ഗോൾഡ് 1 സിൽവർ. റെഡി? യെസ്. അപ്പോ ഈ 3 ബാഗിൽ നിന്ന് ഒരു ബാഗ് ചൂസ് ചെയ്തു. അത് ഏത് ബാഗാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ എടുത്ത് കിട്ടുന്ന കോയിൻ എന്ത് കോയിനാണ്? ഗോൾഡ് കോയിനാണ്. എന്ത് കോയിനാണ്? ഗോൾഡ് കോയിൻ. യെസ്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ആ ഗോൾഡ് കോയിൻ ബാഗ് 1-ൽ നിന്നാവാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്. ബേസ് തിയറം അല്ലേ? ബേസ് തിയറം സാമ്പിൾ സ്പേസിനെ 2-ൽ കൂടുതൽ ഇവന്റുകളാക്കി ഡിവൈഡ് ചെയ്യും അല്ലേ? ഇവിടെ 3 ഇവന്റ്സാ. ബാഗ് 1, ബാഗ് 2, ബാഗ് 3. സി, നമുക്ക് ബാഗ് 1-ഉം ബാഗ് 2-ഉം ബാഗ് 3-യും ഒരുമിച്ച് ചൂസ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി? യെസ്. B1 ഇന്റർസെക്ഷൻ B2 ഇന്റർസെക്ഷൻ B3 എന്ന് പറയുന്ന ഇവന്റ് 5 കാരണം എന്താ? ദേ ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് കേട്ടോ. ഒരുമിച്ച് നടക്കില്ല. ഏതെങ്കിലും ഒരു ബാഗേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി? ഇനി ബേസ് തിയറത്തിനകത്ത് എന്താ പറഞ്ഞിട്ടല്ലേ? ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തരും. എടാ, ഏത് ഇവന്റ് അവിടെ സംഭവിച്ചേ? 1 കോയിൻ ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ആൻഡ് ഇഫ് ദ കോയിൻ ഈസ് ഗോൾഡ് അല്ലേ? അപ്പോ എ എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞ ഇവന്റ് എന്താ? യെസ്, കോയിൻ ഡ്രോൺ ഈസ് ഗോൾഡ്. ഞാൻ എടുക്കുന്ന കോയിൻ എന്താണ്? ഗോൾഡ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഇറ്റ് വാസ് ടേക്കൺ ഫ്രം ബോക്സ് 1 അല്ലേ? അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇവന്റ് ഞാൻ E1 കൊടുത്തു. എന്ത്? ബോക്സ് ചൂസിങ് അല്ലെങ്കിൽ ചൂസിങ് ബോക്സ് 1 അല്ലേ? E2 എന്ന് പറയുന്ന ഇവന്റ് ഏതാ? ചൂസിങ് ബോക്സ് 2. നമ്മൾ ശരിക്കും ബോക്സ് 2 എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം എന്താ? ബോക്സ് 2-ൽ ഗോൾഡ് ഉണ്ടോ? ഇല്ല. എടാ, നമ്മൾ എടുക്കുന്ന കോയിൻ ഗോൾഡ് ആണ് എന്ന് പറഞ്ഞിട്ടില്ലേ അല്ലേ? ഗോൾഡ് ആണ്. ബോക്സ് 2-ൽ ഗോൾഡ് വരുന്നുണ്ടോ? 2 സിൽവർ അല്ലേ? അപ്പോൾ ബോക്സ് 2 എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. യെസ്. E2 എന്ന് പറയുന്ന ഇവന്റ് ഞാൻ കൊടുത്തു. ചൂസിങ് ബോക്സ് 3 കൊടുക്കാം, പ്രശ്നമില്ലല്ലോ. കാരണം 3-ൽ എന്തുണ്ട്? ഗോൾഡ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോ രണ്ടാമത്തെ ബോക്സ് ചൂസ് ചെയ്യണ്ട എന്ന് പറഞ്ഞതിന്റെ ലോജിക്ക് മനസ്സിലായോ? കാരണം എന്താ? ഇവിടെ എടുക്കുന്ന കോയിൻ ഗോൾഡാ മക്കളെ. രണ്ടാമത്തെ ബോക്സിൽ എന്തില്ല? ഗോൾഡ് ഇല്ല. അപ്പൊ ആ ബോക്സ് അല്ലാന്ന് ഉറപ്പായല്ലോ. റെഡി? യെസ്. അപ്പോ P ഓഫ് A1/E1 ആണോ? A1/E2 ആണോ? E1/A ആണോ? E2/A ആണോ? ഇനി അതല്ല E1/E2 ആണോ? എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ ഇവന്റ് ഏതാ? ഇവന്റ് A. അതായത് ഞാൻ ഒരു കോയിൻ എടുത്തു, അത് ഗോൾഡ് കോയിൻ ആണ്, അത് സംഭവിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി എന്തിന്റെ പ്രോബബിലിറ്റിയെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? യെസ്. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഇറ്റ് വാസ് ടേക്കൺ ഫ്രം ബോക്സ് 1?
ബോക്സ് 1-ൽ നിന്നും കിട്ടാനുള്ള ചാൻസ്, ദാറ്റ് ഈസ് പി ഓഫ് E1 ബൈ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. എല്ലാ മക്കൾക്കും ഇക്വേഷൻ അറിയാവോ? പി ഓഫ് E1 ബൈ എ എങ്ങനെ എഴുതണ്ടേ? ആദ്യം പി ഓഫ് E1 ഇൻറ്റു പി ഓഫ്, ഇതിനെ തിരിച്ചിടുക, എ ബൈ E1. റെഡി? ഡിവൈഡഡ് ബൈ പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് എ ബൈ E1 പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ബൈ E2. അപ്പോൾ രണ്ടാമത്തെ ബോക്സ് കൺസിഡർ ചെയ്താലും നമ്മളിവിടെ അത് കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ പ്രോബബിലിറ്റി 0 ആയി പോയിക്കോളും കേട്ടോ. കാരണം അവിടെ ഗോൾഡ് ഇല്ല കേട്ടോ, എഴുതണം നിർബന്ധമില്ല കേട്ടോ. പി ഓഫ് E1 എങ്ങനെ പി ഓഫ് E1 കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ഓഫ് ചൂസിങ് ബോക്സ് 1. എടാ 3 ബോക്സ് അല്ലേ കയ്യിലല്ലേ, അതിലെ ബോക്സ് 1 ചൂസ് ചെയ്യാൻ ചാൻസ് എത്രയാ? 1/3. ഓക്കെ. പി ഓഫ് എ ബൈ E1 എന്താ? പി ഓഫ് എ ബൈ E1 E1 എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു, അതായത് ബോക്സ് 1 ഞാൻ ചൂസ് ചെയ്തു. ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി? കോയിൻ ഡ്രോൺ ഈസ് ഗോൾഡ്. എടാ ബോക്സ് 1 ചൂസ് ചെയ്തു, ഇനി അവിടെ നിന്ന് ഗോൾഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാ? അവിടെ രണ്ടും ഗോൾഡ് അല്ലേ, എങ്ങനെ കൈയിട്ടാലും എന്ത് കിട്ടുള്ളൂ? ഗോൾഡേ കിട്ടുള്ളൂ അല്ലേ. സോ പ്രോബബിലിറ്റി എത്രയാ അവിടെ? 1. റെഡി? 2/2 1. യെസ്. അപ്പോൾ താഴെ നോക്കിയേ 1/3 ഇൻറ്റു 1 ഞാൻ എഴുതി, പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് എ ബൈ E2. പി ഓഫ് E2 എന്ന് പറഞ്ഞാൽ ബോക്സ് 3 ചൂസ് ചെയ്യാനുള്ള സാധ്യത എത്രയാന്നാ? ടോട്ടൽ നമ്പർ ഓഫ് ബോക്സസ് എത്രയായിരുന്നു? 3 ബോക്സ് അല്ലേ. അപ്പോൾ ബോക്സ് 3 ചൂസ് ചെയ്യാൻ എത്രയാ? 1/3 ഇൻറ്റു പി ഓഫ് എ ബൈ E2. ശ്രദ്ധിക്കുക, E2 എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു, അതായത് ബോക്സ് 3 ഞാൻ ചൂസ് ചെയ്തു. റെഡി? ഇനി നമുക്ക് അവിടെ നിന്നും ഗോൾഡ് കിട്ടാനുള്ള ചാൻസ്, ഇവന്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ഗോൾഡ് അല്ലേ. യെസ്. ഇവിടെ ബോക്സ് 3 നിന്ന് ഗോൾഡ് കിട്ടാൻ ചാൻസ് എത്രയാ? അവിടെ ടോട്ടൽ 2 കോയിൻസാ. ടോട്ടൽ എത്ര കോയിൻസാ? 2 കോയിൻസ്. റെഡി? എത്ര ഗോൾഡ് കയ്യിലുണ്ട്? ഒറ്റൊന്ന്, 1/2. റെഡി? യെസ്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? 1/3 ഇൻറ്റു 1 ചെയ്താൽ 1/3 അല്ലേ. താഴെ 1/3 പ്ലസ് 1/6 സോൾവ് ചെയ്ത് ഇവിടെ. യെസ്. എങ്ങനെ ചെയ്യണ്ടേ മക്കളെ? ഇതെങ്ങനെ 6 ആക്കുക? ഇൻറ്റു 2 ചെയ്യുക അല്ലേ. എത്ര കിട്ടി? 1/3 ബൈ 2/6 പ്ലസ് 1/6. 2/6 പ്ലസ് 1/6 എത്ര വരും? 3/6 അല്ലേ. 3/6 എങ്ങനെ ചെയ്യടാ? 1/3 ഇൻറ്റു 6/3 ചെയ്യാം. എത്ര കിട്ടും? 6ഉം 3ഉം കട്ട് ചെയ്താൽ 2. ആൻസർ എത്ര കിട്ടി? 2/3. എത്ര കിട്ടി? 2/3. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ. ബേസ് തിയറത്തിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. എല്ലാ മക്കളും എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് പഠിക്കാം. യെസ്. If A subset of B, then what is P of B by A? എടാ A subset of B എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, A ഇന്റർസെക്ഷൻ B ചെയ്താൽ നമുക്ക് ആരെ കിട്ടുള്ളൂ? A കിട്ടുള്ളൂ അല്ലേ. A ബിയുടെ സബ്സെറ്റാ. സെറ്റ് എയിലെ എല്ലാ എലമെന്റ്സ് എവിടെ ഉണ്ടാവും? സെറ്റ് ബിയിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ A ഇന്റർസെക്ഷൻ B ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടുള്ളൂ? A കിട്ടുള്ളൂ അല്ലേ. ഇനി ഇക്വേഷൻ പറഞ്ഞേ, P of B by A യുടെ ഇക്വേഷൻ എന്താ? P of B ഇന്റർസെക്ഷൻ A ഡിവൈഡഡ് ബൈ P of A. P of B ഇന്റർസെക്ഷൻ A അഥവാ A ഇന്റർസെക്ഷൻ B A അല്ലേ. സോ ആൻസർ ഏതാ? P of A by P of A ഈക്വൽ ടു 1 ആണ് ആൻസർ കേട്ടോ. Probability that A speaks the truth is 4/5. A coin is tossed. A reports that a head appears. Find the probability that actually it was head. Okay? അതായത് A എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, കുറച്ച് പ്രശ്നക്കാരൻ. എന്താ ചെയ്യുന്നത്? ഇവൻ എല്ലാ സമയത്തും സത്യം പറയില്ല കേട്ടോ. സത്യം പറയുന്ന എപ്പോഴാ? 4/5 അല്ലേ. പ്രോബബിലിറ്റി A speaks truth അല്ലേ. പ്രോബബിലിറ്റി P of A speaks truth, സത്യം പറയാനുള്ള സാധ്യത എത്രയാടാ? 4/5 അല്ലേ. 4/5 അല്ലേ. എങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A speaks lie, കളവ് പറയാനുള്ള ചാൻസ് എത്രയായിരിക്കും? യെസ്. സത്യം പറയാനുള്ള ചാൻസ് 4/5 ആണെങ്കിൽ കളവ് പറയാൻ ചാൻസ് എത്രയായിരിക്കും? അതിന്റെ കോംപ്ലിമെന്റ് അല്ലേ? 1/5 അല്ലേ. റെഡി? യെസ്. ദെൻ എന്താ ചെയ്യുന്നേ? ഒരു കോയിൻ ടോസ് ചെയ്തു. റെഡി? എ റിപ്പോർട്ട്സ് ദാറ്റ്, എ എന്ന് പറയുന്ന കുട്ടി റിപ്പോർട്ട് ചെയ്തെന്ത്? എ ഹെഡ് അപ്പിയേഴ്സ്. അത് സംഭവിച്ചു കഴിഞ്ഞ ഇവന്റാ. റെഡി? എ എന്ന് പറയുന്ന കുട്ടി റിപ്പോർട്ട് ചെയ്തു, കോയിൻ ടോസ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞു എന്ത്? ഹെഡ് വീണിട്ടുണ്ടേ എന്ന് പറഞ്ഞു. റെഡി? പക്ഷെ എന്താ പ്രശ്നം? എന്താ ഈ എ എല്ലാ സമയത്തും സത്യമാണോ പറയുക? അല്ല. ഇവൻ കുറച്ച് സമയം എന്ത് പറയും? നുണയും പറയും അല്ലേ. നുണ പറയുന്നതിന്റെയും സത്യം പറയുന്നതിന്റെയും പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. സത്യം പറയുന്ന 4/5 നുണ പറയുന്ന എത്രയാ? 1/5. റെഡി?
ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ആക്ച്വലി ഇറ്റ് വാസ് ഹെഡ്. കേട്ടോ, അപ്പൊ മക്കളെ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ഇവന്റ് ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്ന ഇവന്റ് എന്താ? ആ കോയിൻ ടോസ് ചെയ്തപ്പോൾ ഈ കുട്ടി എന്ത് പറഞ്ഞു? യെസ് ഇറ്റ് അപ്പിയേഴ്സ് ഹെഡ് എന്ന് പറഞ്ഞു അല്ലേ? എന്ന് വായിക്കണ്ടേ. എ റിപ്പോർട്ട്സ് ഹെഡ് അപ്പിയേഴ്സ്. ഓക്കെ, എ റിപ്പോർട്ട്സ് ഹെഡ് അപ്പിയേഴ്സ്. റെഡി? ഇനി നമുക്ക് എന്തിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണ്ടേ? ആക്ച്വലി ഇറ്റ് വാസ് ഹെഡ് അല്ലേ? ആക്ച്വലി ഇറ്റ് വാസ് ഹെഡ്. ഈവൺ എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക. യെസ് ഹെഡ് അപ്പിയേഴ്സ്. ഓക്കെ, സി കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് മാത്രമാണ് വീഴുക അല്ല. E2 എന്ന് പറഞ്ഞ ഇവന്റ് എന്താ മക്കളെ? വേറൊരു പോസിബിലിറ്റി ഉണ്ടല്ലോ. ഹെഡ് അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കാം? ടെയിൽ സംഭവിക്കാം. റെഡി? ടെയിൽ അപ്പിയേഴ്സ്. ഓക്കെ, യെസ്. അപ്പോ എ എന്ന് പറയുന്ന ഇവന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഹെഡ് അപ്പിയേഴ്സ് ആണ് ഇവന്റ് E1, ടെയിൽ അപ്പിയേഴ്സ് ആണ് ഇവന്റ് E2. റെഡി? അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എ എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് കോയിൻ ടോസ് ചെയ്ത സമയത്ത് ആ കുട്ടി പറഞ്ഞു എന്ത്? ഹെഡ് ആണ് വീണത്. അത് സംഭവിച്ചു കഴിഞ്ഞു കേട്ടാ, അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി എന്തിന്റെ പ്രോബബിലിറ്റിയാ? ആക്ച്വലി ഇറ്റ് വാസ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോയിൻ ടോസ് ചെയ്തപ്പോ എന്ത് വീണു? ഹെഡ് വീണു അല്ലെ? ഹെഡ് വീണു. P of E1 by Aയുടെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിച്ച് ആൻസർ ആയിട്ട് വരേണ്ടത് അല്ലെ? എങ്ങനെ P of E1 by ഇക്വേഷൻ ഏതാ? P of E1 into P of A by E1. റെഡി? ഹോൾ ഡിവൈഡഡ് ബൈ P of E1 into P of A by E1 പ്ലസ് P of E2 into P of A by E2. റെഡി? യെസ്. എന്താ P of E1? ഹെഡ് അപ്പിയേഴ്സ്. എടാ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് അപ്പിയർ ചാൻസ് എത്രയാ? 1/2 ഇൻറ്റു എന്താ A by E1 മീനിങ്? A by E1 എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു. അതായത് കോയിൻ ടോസ് ചെയ്തപ്പോൾ എന്ത് വീണു? ഹെഡ് വീണു. കോയിൻ ടോസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഹെഡ് വീണു അല്ലേ? ഇനി വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ? എന്ന് പറയുന്നത് എന്താ? എ റിപ്പോർട്ട്സ് ഹെഡ് അപ്പിയേഴ്സ് അല്ലേ? എടാ ഹെഡ് വീഴുമ്പോ അവൻ ഹെഡ് തന്നെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവൻ സത്യമല്ലേ പറഞ്ഞേ അല്ലേ? സത്യം പറയാനുള്ള ചാൻസ് എത്രയായിരുന്നു? 4/5 അല്ലേ? 4/5. റെഡി? യെസ്. P of E1 into P of A by E1 again 1/2 into 4/5 പ്ലസ് P of E2. എന്താ മക്കളെ P of E2? ടെയിൽ അപ്പിയേഴ്സ്. P of E2 എന്താ? ടെയിൽ അപ്പിയേഴ്സ്. ടെയിൽ അപ്പിയർ ആൻ ചാൻസ് എത്രയാ? 1/2 into 1/2 into P of A by E2. P of A by E2. P of A by E2 മീനിങ് എന്താ? E2 എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു. അതായത് കോയിൻ ടോസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടെയിൽ വീണു. പക്ഷേ ആ സമയത്ത് എ എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, ടെയിൽ വീണ സമയം ഇവൻ എന്താ വിളിച്ചു പറയുന്നത്? സാറേ ഹെഡ് വീണു. എടാ ടെയിൽ വീണ സമയത്ത് ഇവൻ ഹെഡ് എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇവൻ കളവ് പറഞ്ഞു എന്നല്ല അർത്ഥം. കളവ് പറഞ്ഞതിന്റെ ചാൻസ് എത്രയാ? 1/5. റെഡി? യെസ്. അപ്പൊ എത്ര കിട്ടി? 4/10 പ്ലസ് 4/10 പ്ലസ് 1/10. ആൻസർ എത്ര കിട്ടും? 4/10 by 5/10. കട്ട് ചെയ്താല് 4/5. റെഡിയാണോ? ഓക്കെ ആണോ? ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് സോൾവിങ് എ പ്രോബ്ലം ബൈ എ ബി സി. 3 കുട്ടികൾ കേട്ടോ. ആർ 1/3, 1/4, 1/5 റെസ്പെക്റ്റീവ്ലി. എ എന്ന് പറയുന്ന കുട്ടി പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചാൻസ് എത്രയാ? 1/3. ബിക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ അതായത് ഉത്തരം കിട്ടാനുള്ള ചാൻസ് 1/4. സിക്ക് ഉത്തരം കിട്ടാനുള്ള ചാൻസ് 1/5. ഇഫ് ദേ ട്രൈ ടു സോൾവ് ദ പ്രോബ്ലം ഇൻഡിപെൻഡന്റ്ലി, അതായത് എയും ബിയും സിയും തന്നെ സ്വയമേ പഠിച്ച് എഴുതാണ് കേട്ടോ. അവരാരും എന്ത് ചെയ്യുന്നില്ല? തമ്മിൽ സഹായിക്കുന്നില്ല, തമ്മിൽ കോപ്പി അടിക്കുന്നില്ല. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് നൺ വിൽ സോൾവ് ദ പ്രോബ്ലം. അതായത് ആർക്കും എന്ത് ചെയ്യരുത്? ഉത്തരം കിട്ടരുത് അല്ലേ? നൺ വിൽ സോൾവ് ദ പ്രോബ്ലം അർത്ഥം എന്താ? ആർക്കും എന്ത് ചെയ്യരുത്? പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടരുത്. എക്സാക്ട്ലി വൺ വിൽ സോൾവ് ദ പ്രോബ്ലം. ആ എ ബി സിയിലെ കറക്റ്റ് ഒരാൾക്ക് ഉത്തരം കിട്ടണം. റെഡി? യെസ്. അപ്പൊ നോക്കിക്കടാ, പ്രോബ്ലം ചെയ്യാൻ എല്ലാവരും ഇൻഡിപെൻഡന്റ് ആയിട്ട് ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കുക, പ്രോബബിലിറ്റി ഓഫ് നൺ വിൽ സോൾവ് ദി പ്രോബ്ലം. ഏതൊക്കെ കേസ് വരും മക്കളെ? അതായത്
പ്രോബബിലിറ്റി ഓഫ് നൺ വിൽ സോൾവ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, എക്കും ഉത്തരം കിട്ടരുത്. എടാ എക്ക് ഉത്തരം കിട്ടുക എന്ന് പറയുന്നത് ഇവന്റ് എ എന്ന് എടുക്കുകയാണെങ്കിൽ ഉത്തരം കിട്ടരുത് എന്ന് പറയുമ്പോൾ എങ്ങനെ കൊടുക്കുക? എ കോംപ്ലിമെന്റ് അല്ലേ? ഇനി ബിക്ക് ഉത്തരം കിട്ടരുത് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കണം? ബി കോംപ്ലിമെന്റ്. സിക്കും ഉത്തരം കിട്ടരുത്, സിക്കും തെറ്റണം എന്ന് പറയുമ്പോൾ സി കോംപ്ലിമെന്റ്. മക്കളെ ഇതൊക്കെ ഒരുമിച്ച് നടക്കണ്ടേ? എന്നാലല്ലേ ആർക്കും ഉത്തരം കിട്ടാത്ത കേസ് വരുള്ളൂ അല്ലേ? പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ സി കോംപ്ലിമെന്റ്. എടാ ഇത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണല്ലോ. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യുക? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ് ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി കോംപ്ലിമെന്റ്. പി ഓഫ് എ 1/3 ആണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ത് വരും? 2/3. ചെയ്യാൻ അറിയാലോ, 1 - 1/3. പി ഓഫ് ബി 1/4 ആണെങ്കിൽ പി ഓഫ് ബി കോംപ്ലിമെന്റ് എന്ത് വരും മക്കളെ? 3/4. 1 - 1/4 കേട്ടോ. പി ഓഫ് സി 1/5 ആണെങ്കിൽ മക്കളെ സി കോംപ്ലിമെന്റിന്റെ പ്രോബബിലിറ്റി എത്ര കിട്ടും? 4/5 കേട്ടോ. കട്ട് ചെയ്തേ, 3 കട്ട്, 4 കട്ട്, ആൻസർ എന്ത് കിട്ടി? 2/5 എന്ന് കിട്ടി. ആൻസർ 2/5. അപ്പോ പ്രോബബിലിറ്റി ഓഫ് നൺ വിൽ ഗെറ്റ് ദ സൊല്യൂഷൻ, അല്ലെങ്കിൽ ആർക്കും ഉത്തരം കിട്ടാത്ത വരുന്ന അവസ്ഥയുടെ സാധ്യത എത്രയാ? 2/5. റെഡി? യെസ്. ഇനി ശ്രദ്ധിക്കാം, എക്സാക്ട്ലി 1 വിൽ സോൾവ്. എക്സാക്ട്ലി 1 വിൽ സോൾവ് എന്നർത്ഥം എ ബി സിയിൽ ചിലപ്പോൾ എക്ക് ആയിരിക്കും കിട്ടുക, ബിക്കും സിക്കും കിട്ടില്ല. ചിലപ്പോൾ ബിക്ക് കിട്ടും, എക്കും സിക്കും കിട്ടില്ല. ചിലപ്പോൾ സിക്ക് കിട്ടും, അറ്റ് ദ സെയിം ടൈം എക്കും ബിക്കും കിട്ടില്ല. ആ 3 കേസ് ഉണ്ടാവുമല്ലോ. യെസ്. എങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ഓഫ് എക്ക് കിട്ടുന്നു, ബിക്ക് കിട്ടുന്നില്ല, സിക്ക് കിട്ടുന്നില്ല, പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്ക് കിട്ടുന്നില്ല, ബിക്ക് കിട്ടുന്നു, സിക്ക് കിട്ടുന്നില്ല. പ്രോബബിലിറ്റി ഓഫ് എക്കും ബിക്കും കിട്ടുന്നില്ല, പക്ഷേ അവിടെ ആര് ഗോൾ അടിച്ചു? സിക്ക് കിട്ടി. റെഡി? എടാ ഈ 3 കേസിൽ നോക്കിക്കേ, കറക്റ്റ് എക്സാക്ട്ലി ഒരാൾക്കാണ് ഉത്തരം കിട്ടുന്നത് അല്ലേ? ഇവിടെ എക്ക് ഉത്തരം കിട്ടി, 2 പേർക്കും കിട്ടിയില്ല. ബിക്ക് ഉത്തരം കിട്ടി, എക്കും സിക്കും കിട്ടിയില്ല. സിക്ക് ഉത്തരം കിട്ടി, എക്കും ബിക്കും അല്ലേ? യെസ്. അപ്പൊ ഇത് 3ഉം കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ മതിയല്ലോ. യെസ്. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കോംപ്ലിമെന്റ് ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെന്റ്. രണ്ടാമത്തതിന്റെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് സി കോംപ്ലിമെന്റ് പ്ലസ്, എടാ ലാസ്റ്റത്തെ കേസ് എങ്ങനെ കണ്ടുപിടിക്കുക? പി ഓഫ് എ കോംപ്ലിമെന്റ്, പി ഓഫ് ബി കോംപ്ലിമെന്റ്, പി ഓഫ് സി. റെഡി? യെസ്. പി ഓഫ് എ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കേട്ടോ, 1/3. പി ഓഫ് ബി കോംപ്ലിമെന്റ് 3/4. പി ഓഫ് സി കോംപ്ലിമെന്റ്, സിന്റെ 1/5 അല്ലേ, കോംപ്ലിമെന്റ് എത്ര വരും? 4/5. അറിയില്ലേ? പി ഓഫ് എ കോംപ്ലിമെന്റ് 2/3, പി ഓഫ് ബി 1/4, പി ഓഫ് സി 4/5. And last, P of A complement again 2/3, P of B complement 3/4, P of C എത്രയാ? 1/5. Ready? Yes. മക്കളെ ഞാൻ കട്ട് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുക. 3, 4, 5, 3, 4, 5 എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആ. 3, 4, 5. 3 × 4 × 5 ചെയ്താൽ 12 × 5 60 എന്ന് കിട്ടും. ന്യൂമറേറ്റർ എത്രയാ? 1 × 3 × 4 12 പ്ലസ് ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? 2 × 4 8, ഡിനോമിനേറ്റർ 60, 2 × 3 6 എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആണ് 60. 12 + 8 20, 26/30. വേണമെങ്കിൽ കട്ട് ചെയ്യാം, 2 വെച്ച് കട്ട് ചെയ്താൽ 13/30. ഈ കട്ട് ചെയ്യാനൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. ഓക്കെ, കട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. യെസ്. ഇപ്പൊ ഇതുപോലെ പ്രോബ്ലം സോൾവിങ്ങിന്റെ കേസ് അല്ലേ, ഇതുപോലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ ചിലപ്പോൾ 2 പേരായിരിക്കാം, 3 പേരായിരിക്കാം, ഓരോരുത്തരും ഷൂട്ട് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റിലായിരിക്കാം കേട്ടോ. ആ ടൈപ്പിലൊക്കെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം കേട്ടോ. യെസ്. പി ഓഫ് എ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്, പി ഓഫ് എ യൂണിയൻ ബി തന്നിട്ടുണ്ട്. എങ്ങനെയാ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുക? ഇക്വേഷൻ ഓർമ്മയുണ്ടോ? പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ? അപ്പൊ മക്കളെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ എന്താ ഇക്വേഷൻ ഒന്ന് മാറ്റി ചെയ്തേ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഒന്നുമില്ല, ആ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. ഇക്വേഷനിൽ കൊടുത്തോ. പി ഓഫ് എന്റെ വാല്യൂ അറിയാം 6/11, പി ഓഫ് ബിന്റെ വാല്യൂ അറിയാം 5/11, മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എത്രയാ? 7/11. എല്ലാത്തിനും ഡിനോമിനേറ്റർ സെയിം ആ 11. 6 + 5 11, 11 - 7 എത്ര കിട്ടും? 4/7, 4/11. എത്ര കിട്ടി? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമുക്ക് കിട്ടി 4/11. റെഡി? എളുപ്പമാണ്, വിട്ട് കളയരുത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന പാറ്റേൺ ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ, വാല്യൂ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ.
യെസ്. പി ഓഫ് എ ബൈ ബി അഗൈൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ. ഇക്വേഷൻ എന്താ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി അല്ലേ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചു എത്രയാ? 4/11. പി ഓഫ് ബി കണ്ടുപിടിച്ചു, നമുക്ക് ഗിവൺ ആട്ടോ 5/11 കൊടുക്കുക. 11 കട്ട്, ആൻസർ എത്രയാ? 4/5. Two events A and B are independent, then P of A intersection B കണ്ണും പൊട്ടിയത് P of A into P of B. Ready? ശ്രദ്ധിക്കാം. Given two independent events, P of A തന്നിട്ടുണ്ട്, P of B തന്നിട്ടുണ്ട്. P of A and B കണ്ടുപിടിക്കണം. Not A, not B കണ്ടുപിടിക്കണം. മക്കളെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. റെഡി? P of A and B കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ, നോട്ട് A and നോട്ട് B കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ, P of A by B കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ സെയിം സാധനമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? അത് വർക്ക്ഔട്ട് ചെയ്യണം. യെസ്. പ്രോബബിലിറ്റി ഓഫ് സോൾവിങ് എ സ്പെസിഫിക് പ്രോബ്ലം. നമ്മൾ 3 പേര് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ചെയ്തു, ABC ഇൻഡിപെൻഡന്റ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കിയ ഏതൊരാൾക്കും എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യനും ചെയ്യാം. കാരണം എന്താ? ഇത് 2 പേരാണ്. എക്സാക്ട്ലി വൺ ഓഫ് ദം സോൾവ്സ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, ഒന്നുകിൽ P of A സോൾവ് ചെയ്യണം, ബിക്ക് കിട്ടരുത്. അല്ലെങ്കിലോ P of എക്ക് കിട്ടരുത്, ആർക്ക് കിട്ടണം? ബിക്ക് കിട്ടണം കേട്ടോ. 3 പേരില്ല, 2 പേരേ ഉള്ളൂ. പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കേസ് വരും? പ്രോബ്ലം ഈസ് സോൾവ്ഡ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, അത് ആര് സോൾവ് ചെയ്തു എന്നുള്ളതല്ല, ഉത്തരം കിട്ടണം എന്നുള്ളതാണ്. പ്രോബ്ലം ഈസ് സോൾവ്ഡ്. ഇവിടെ ഏതൊക്കെ കേസ് വരടാ? ഒന്ന്, പ്രോബബിലിറ്റി ഓഫ് എക്കും ബിക്കും ഉത്തരം കിട്ടുന്നു അല്ലേ? എക്കും ബിക്കും ഉത്തരം കിട്ടുന്നു. റെഡി? അതല്ലെങ്കിലോ പ്രോബബിലിറ്റി ഓഫ് എക്കും ബിക്കും ഉത്തരം കിട്ടുന്നു. അതല്ല എങ്കിൽ സി, ഒരാൾക്ക് കിട്ടിക്കൂടെ? പ്രോബബിലിറ്റി ഓഫ് എക്ക് കിട്ടുന്നു, ആർക്ക് കിട്ടില്ല? ബിക്ക് കിട്ടില്ല. റെഡി? അതല്ലെങ്കിലോ പ്രോബബിലിറ്റി ഓഫ് എക്ക് കിട്ടുന്നില്ല, ആർക്ക് കിട്ടും? ബിക്ക് കിട്ടും. ഈ മൂന്ന് കേസിലും നമുക്ക് പ്രോബ്ലം സോൾവ് ആയി കിട്ടും. റെഡി? ഇതൊക്കെ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണല്ലോ. P of A ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കും, P of A into P of B ചെയ്യണം. റെഡി? P of A ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എങ്ങനെയാ? P of A into P of B കോംപ്ലിമെന്റ്. റെഡി? P of A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി ഓ, P of A കോംപ്ലിമെന്റ് into P of B. റെഡി? യെസ്. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. 3 പേര് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാം. യെസ്. ബാഗ് 1 contains 3 red and 4 black boards അല്ലേ? ബാഗ് 1-ല് 3 റെഡും 4 ബ്ലാക്കും. While another bag contains 5 red and 8 black boards. See, one ball is drawn at random from one of the bags. It is found to be red. എടേ, നമ്മൾ 2 ബാഗിൽ നിന്ന് ഒരു ബാഗ് ചൂസ് ചെയ്തു. ഏത് ബാഗാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷേ ആ ബാഗിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ബോൾ എടുത്തു. ആ ബോളിന്റെ കളർ എത്രയാ? റെഡ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ബാഗ് 2. എങ്കിൽ അത് ബാഗ് 2-ൽ നിന്നാവാനുള്ള സാധ്യത എത്രയാണ്? മക്കളെ, 2 ഇവന്റ്സ് ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്തിട്ടില്ലേ? 2 ബാഗുകളുണ്ട് അല്ലേ? നമുക്ക് അറ്റ് എ ടൈം ഒരു ബാഗിൽ നിന്ന് എന്തെടുക്കാൻ പറ്റുള്ളൂ? പന്തെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ബേസ് തിയറം അങ്ങനെ തന്നെ അല്ലേ? ഒരു റാൻഡം എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട് 2 ഇവന്റ്സ് തരും. ആ 2 ഇവന്റ്സും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. അതായത് 2 പേരും ഒരുമിച്ച് സംഭവിക്കില്ല അല്ലേ? എടാ, ഇവിടെ ബാഗ് 1ഉം ബാഗ് 2 ഉണ്ട്. 2 ബാഗ് കൂടി ഒരുമിച്ച് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി? ഇനി ശ്രദ്ധിക്കുക, ബേസ് തിയറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് അവിടെ ഒരു ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ ഇവന്റ് ഏതാ? സി, ഒരു ബോൾ ഞാൻ ബാഗിൽ നിന്ന് എടുത്തു, ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി റെഡ് അല്ലേ? അപ്പൊ ഇവന്റ് ഞാൻ എഴുതാണ്. ഇവന്റ് എ ഈസ് ഈക്വൽ ടു ഡ്രോൺ ബോൾ ഈസ് റെഡ്. ഇത് സംഭവിച്ചു കഴിഞ്ഞു ഇവന്റ് കേട്ടോ. ഇനി എന്തിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണ്ടേ? E1. യെസ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഇറ്റ് വാസ് ഡ്രോൺ ഫ്രം ബാഗ് 2 അല്ലേ? അപ്പോൾ E1 E2 ഞാൻ എഴുതാണ്. ബോള്, റെഡ് ബോള് നമുക്ക് ബാഗ് 1-ൽ നിന്നും കിട്ടും, ബാഗ് 2-ൽ നിന്നും കിട്ടും അല്ലേ? അപ്പോ ഇവന്റെ E1 ഞാൻ എഴുതുന്നു, ബാഗ് 1 ഈസ് ചൂസൺ അല്ലേ? E2 ഞാൻ എഴുതു, ബാഗ് 2 ഈസ് ചൂസൺ. ഓക്കെ, കാരണം 2-ൽ നിന്ന് നമുക്ക് റെഡ് ബോൾ കിട്ടില്ലേ? 2 ഇവന്റ്സ് കേട്ടോ. മക്കളെ പറയണ, എ എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. എ ഹാസ് ഒക്കേർഡ്. നമുക്ക് എന്തിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണ്ടേ? ബാഗ് 2 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി അല്ലേ? ദാറ്റ് ഈസ് P of E2 by A അല്ലേ കണ്ടുപിടിക്കണ്ടേ? യെസ്. എങ്ങനെ ഇക്വേഷൻ എഴുതണ്ടേ? P of E2 into P of A by E2 divided by P of E2 into
P of A by E2 plus P of E1 into P of A by E1. Ready? Yes. P of E2. എങ്ങനെ P of E2 കണ്ടുപിടിക്കുക? Probability of choosing bag 2. Bag 2 ചൂസ് ചെയ്യാനുള്ള ചാൻസ് എത്രയാണ് മക്കളെ? 1/2 അല്ലേ? 1/2. P of A by E2. E2 എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ബാഗ് 2 ചൂസ് ചെയ്തു. Then what is the probability of A? അവിടെ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ്. ഇവന്റ് എ എന്താ? ഗെറ്റിംഗ് റെഡ് ബോൾ അല്ലേ? എടാ രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാൻ ചാൻസ് എത്രയാ? ടോട്ടൽ രണ്ടാമത്തെ ബാഗിൽ 13 പന്തുണ്ട് അല്ലേ? റെഡ് ബോളിന്റെ ചാൻസ് എത്രയാ? 5/13. റെഡി? ഇക്വേഷന് താഴെ 1/2 into 5/13 തന്നെ വരും. പ്ലസ് പ്രോബബിലിറ്റി ഓഫ് E1. പ്രോബബിലിറ്റി ഓഫ് E1 രണ്ട് ബാഗ്, അതിലൊരു ബാഗ് ചൂസ് ചെയ്യണം. പ്രോബബിലിറ്റി എത്രയാ? 1/2. A by E1 മീനിങ് എന്താ? E1 എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. ബാഗ് 1 നിങ്ങൾ ചൂസ് ചെയ്തു. Then what is the probability of A? എന്ന് പറഞ്ഞാൽ എന്താ? ഗെറ്റിംഗ് എ റെഡ് ബോൾ. ബാഗ് 1 ചൂസ് ചെയ്തു. ഇനി ബാഗ് 1 നിന്നും റെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാ? ടോട്ടൽ അവിടെ 7 ബോൾ ഉണ്ട്. റെഡി? ടോട്ടൽ അവിടെ 7 ബോൾ. റെഡ് ബോൾ എത്ര ഉണ്ട്? 3 എണ്ണം. റെഡി? അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ പരിപാടി കേട്ടോ. എന്താ ചെയ്യേണ്ടത്? 5/26 ഡിവൈഡഡ് ബൈ 5/26 പ്ലസ് 3/40. ഓക്കെ, ഇത് സോൾവ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. റെഡി? യെസ്. ബാഗ് 1 കണ്ടെയ്ൻസ്, ശ്രദ്ധിക്കട്ടോ, ബാഗ് 1 കണ്ടെയ്ൻസ്, ബാഗ് 1 ഇവിടെ എത്ര ബാഗ് ഉണ്ട്? 3 റെഡ് 4 ബ്ലാക്ക്. റെഡി? ബാഗ് 2 കണ്ടെയ്ൻസ്, ശ്രദ്ധിക്കുക, 4 റെഡ് 5 ബ്ലാക്ക് ബോൾസ്. എന്താ ചെയ്യുന്നേ? 1 ബോൾ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ബാഗ് 1 ടു ബാഗ് 2. ബാഗ് 1 നിന്ന് ബാഗ് 2 ഞാൻ ഒരു പന്ത് ട്രാൻസ്ഫർ ചെയ്തു കേട്ടോ. അത് ഏത് പന്താന്ന് പറഞ്ഞിട്ടില്ല, റെഡ് ആണോ ബ്ലാക്ക് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ദെൻ എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ബാഗ് 2. ഈ ബോൾ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ബാഗ് 2 നിന്ന് ഞാനൊരു പന്ത് എടുത്തു കേട്ടോ. ഇനി എന്താ പറഞ്ഞേ? ദ ബോൾ സോ ഡ്രോൺ ഈസ് ഫൗണ്ട് ടു ബി റെഡ് ഇൻ കളർ. ആ എടുക്കുന്ന പന്ത് ഏത് കളറിലാണ് മക്കളെ? റെഡ് കളറിലാണ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് transferred ball is black. Find the probability that transferred ball is black. ശ്രദ്ധിക്കുക, ഇതും ബേസ് തിയറമായി ബന്ധപ്പെട്ടല്ലേ. എടാ ഇങ്ങനെ 2 ബാഗ് കുറെ പന്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഓടണം. ഇത് എന്താ? ബേസ് തിയറമാണ്. ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു, ഹാസ് ഓൾറെഡി ഒക്കേർഡ് എന്ന് പറഞ്ഞ ഇവന്റ് ഏതാ? യെസ്, ഞാൻ അവിടെ ബാഗിലേക്ക് ഒരു ബോള് ട്രാൻസ്ഫർ ചെയ്തു, എന്നിട്ട് രണ്ടാമത്തെ ബാഗിൽ നിന്ന് ഒരു പന്ത് എടുത്തു. ആ പന്തിന്റെ കളർ എന്താ? റെഡ്. സോ ഇവന്റ് എന്താ? യെസ്, ഡ്രോൺ ball is red. Drawn ball is red. എന്തിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് ബ്ലാക്ക്. എടാ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത ബോള് ബ്ലാക്ക് ആവാനുള്ള സാധ്യത കണ്ടുപിടിക്കുന്നത് അല്ലേ? എടാ ബ്ലാക്ക് ട്രാൻസ്ഫർ ചെയ്തതുപോലെ നമുക്ക് റെഡും ട്രാൻസ്ഫർ ചെയ്യാലോ. ഇത് ഏത് പന്താ ട്രാൻസ്ഫർ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല അല്ലേ? സോ ഇവന്റ് E1 ഞാൻ എഴുതി എന്ത്? ട്രാൻസ്ഫേർഡ് ബോള് ഈസ് ബ്ലാക്ക്. E2 ഞാൻ എഴുതി ട്രാൻസ്ഫേർഡ് ബോള് ഈസ് റെഡ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞു. ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് ബ്ലാക്ക്, അതായത് E1ന്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഇക്വേഷൻ? P of E1 by A. P of E1 into P of A by E1 divided by P of E1 into P of A by E1 plus P of E2 into P of A by E2. Ready? Yes. എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ P of E1 കണ്ടുപിടിക്കുക? E1 എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് ബ്ലാക്ക്. ബാഗ് 1 നിന്ന് ഒരു ബ്ലാക്ക് ബോൾ കിട്ടണം അല്ലേ? ബ്ലാക്ക് ബോൾ കിട്ടിയാലല്ലേ ആ ബ്ലാക്ക് ബോൾ എനിക്ക് ബാഗ് 2 ഇടാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഇവന്റെ ആക്ച്വലി എന്ത് തന്നെയാ? ബാഗ് 1 നിന്ന് ബ്ലാക്ക് ബോൾ എടുക്കണം. എടാ ടോട്ടൽ അവിടെ എത്ര പന്തുണ്ട്? ടോട്ടൽ അവിടെ 7 പന്തുണ്ട് അല്ലേ? എത്ര ബ്ലാക്ക് ബോൾ ഉണ്ട്? 4 ബ്ലാക്ക് ബോൾ ഇൻറ്റു P of A by E1. എന്താ P of A by E1? E1 സംഭവിച്ചു, അതായത് ഞാൻ ബാഗ് 1 നിന്ന് ഒരു ബ്ലാക്ക് ബോൾ എടുത്ത് അങ്ങോട്ട് ഇട്ടു, ബാഗ് 2 ഇട്ടു. റെഡി? ദെൻ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് A? ഇനി അവിടെ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? എടാ ഓൾറെഡി ഒരു ബോൾ ട്രാൻസ്ഫർ ചെയ്തില്ലേ? അവിടെ മൊത്തം 9 പന്തായിരുന്നു. ഒരു പന്തും കൂടി അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ടോട്ടൽ പന്ത് എത്രയായി? 10. റെഡി? ഇനി റെഡ് ബോളിന്റെ എണ്ണത്തിന് മാറ്റമുണ്ടോ? ഞാൻ ഈ കേസിൽ ആരെയാ മാറ്റിയത്? ബ്ലാക്കിനല്ലേ മാറ്റിയത് അല്ലേ?
റെഡ് ബോളിന്റെ എണ്ണത്തിൽ മാറ്റമില്ല. എത്രയാ വരിക? 4/10. റെഡി? യെസ്. താഴത്തത് സെയിം സാധനം തന്നെയാണല്ലോ, 4/7 ഇൻറ്റു 4/10. പ്രശ്നമില്ല. പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് A/E2. പി ഓഫ് E2 എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫേർഡ് ബോൾ ഈസ് റെഡ്. ബാഗ് 1-ൽ നിന്നും ഞാൻ ഒരു റെഡ് പന്ത് എടുത്തു, ബാഗ് 2-ൽ ഇട്ടു അല്ലേ? ദാറ്റ് മീൻസ് ട്രാൻസ്ഫേർഡ് ബോൾ റെഡ് എന്ന് പറഞ്ഞാൽ ബാഗ് 1-ൽ നിന്നും റെഡ് ബോൾ എടുക്കുക. ബാഗ് 1-ൽ നിന്നും റെഡ് ബോൾ എടുക്കുക. ബാഗ് 1-ൽ മൊത്തം എത്ര ബോൾ ഉണ്ട്? 7 ബോള്. റെഡ് ബോൾ എത്ര ഉണ്ട്? 3, 3/7 അല്ലേ? എങ്ങനെയാ പി ഓഫ് A/E2 കണ്ടുപിടിക്കുക? E2 എന്ന് പറയുന്ന ഇവന്റ് സംഭവിച്ചു. അതായത് ബാഗ് 1-ൽ നിന്ന് റെഡ് ബോൾ എടുത്ത് എവിടെ ഇട്ടു? ബാഗ് 2-ൽ ഇട്ടു കേട്ടോ. അപ്പോ ആൾറെഡി നമുക്ക് അവിടെ 9 ബോളായിരുന്നു. ഇപ്പൊ എത്ര പന്തായി മക്കളെ? ബാഗ് 2-ല് 10 ബോളായി അല്ലേ? ആ 10ാമത്തെ ബോൾ ഏത് കളറാണ് വന്നത്? റെഡ് കളർ അല്ലേ? യെസ്, റെഡ് കിട്ടാൻ ചാൻസ് പറഞ്ഞോ. ടോട്ടൽ അവിടെ 10 ബോൾ ഉണ്ട്. ഒരു ബോളും കൂടി ട്രാൻസ്ഫർ ചെയ്ത റെഡ് അല്ലേ? ഓൾറെഡി 4 റെഡ് ആയിരുന്നു. ഒരു പന്ത് കൂടി വന്നപ്പോ എത്രയായി? 5 റെഡ് ബോൾ കേട്ടോ. ഇത് സോൾവ് ചെയ്താൽ മക്കളെ നമുക്ക് ആരെ കിട്ടി? യെസ്, പി ഓഫ് E1/A കിട്ടി. പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാത്തിനും ഡിനോമിനേറ്റർ 70 ആണ്. കട്ട് ചെയ്യണ്ട, സോൾവ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. സോൾവ് ചെയ്യണോ? 16/70 ഇവിടെ 16/70 15/70 അല്ലേ? 16/70 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര കിട്ടും? 16 + 51 ചെയ്യുമ്പോൾ 31/70. 70 കട്ട് ചെയ്താൽ 16/31 എന്ന ആൻസർ കിട്ടും. റെഡി? അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രോബബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ പ്രോബബിലിറ്റിയിൽ ബേസ് തിയറത്തിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. മക്കളെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വിടാതെ പിടിക്കുക കേട്ടോ. എളുപ്പം നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ് എന്ത്? ഈ ടൈപ്പ് സാധനങ്ങൾ. ഓക്കെ, അപ്പോ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ. താങ്ക് യു.